റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും എപ്പോഴും നല്ലതിന്റെ പിന്നിൽ നിൽക്കാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലുള്ള ജീവിതം നയിക്കാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, അവരുടെയും നമ്മുടെയും രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിക്കാനും മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും അല്ലാഹു നമ്മെയും വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു വേണ്ടപ്പെട്ടവർ, അവരുടെ ഖബറിലും അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്ക് ഫത്ഹുൽ മുഈൻ ക്ലാസ്സിലേക്ക് നേരെ പ്രവേശിക്കാം. നമുക്കിന്ന് ഓതേണ്ട ഭാഗം ബഹുമാനപ്പെട്ട അബ്ദുള്ള 970 എന്ന സഹോദരൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്ന് ചോദിക്കാമെന്ന് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലും സംശയം ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ക്ലാസിന്റെ ആരംഭത്തിൽ തന്നെ ചോദിക്കാൻ അവസരം നൽകുകയാണ്. ചിലപ്പോൾ സമയം അവസാനം വൈകുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ സമയം കിട്ടാതെ പോകുന്നു എന്നൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്തെങ്കിലും ക്ലാസ് സംബന്ധിയായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. സംശയങ്ങൾ ചോദിച്ചതിന് ശേഷം ക്ലാസ് തുടങ്ങാം എന്ന് തോന്നുന്നു. ഓക്കെ, ആരും അങ്ങനെ പ്രത്യേകമായ സംശയമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വബഹസൽ ഫിസാരിയു, നജസിന്റെ ബാബാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഭാഗം. ഏതൊക്കെയാണ് നജസ് എന്ന ഭാഗത്തിലാണ് നമ്മൾ ഉള്ളത്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, മൂത്രവും കാഷ്ടവും നജസാണ്. മൂത്രവും കാഷ്ടവും നജസ അല്ല എന്ന അഭിപ്രായം ഏതെങ്കിലും പണ്ഡിതന്മാർക്കുണ്ടോ എന്ന ഒരു ആമുഖമായ ചോദ്യത്തോടെ ക്ലാസ് ആരംഭിക്കുന്നു. മൂത്രവും കാഷ്ടവും നജസല്ല എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ നമ്മുടെ പരിചയത്തിലോ പഠനത്തിലോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മൂത്രവും കാഷ്ടവും നജസല്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരാരാണ്? അതാണ് അറിയേണ്ടത്. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അബ്ദുള്ള 970 ഉണ്ട് എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് മൂത്രവും കാഷ്ടവും? അതെ, തിന്നപ്പെടുന്ന ജീവിയുടെ മൂത്രവും കാഷ്ടവും നജസല്ല എന്ന അഭിപ്രായം ഇമാം മുസ്തഖരി എന്നവർക്കും റുയാനി എന്നവർക്കുമുണ്ട്. ഷെയ്ഖ് നാസറോ? അത് മനസ്സിലായില്ല. അബ്ദുള്ള 970 ഷെയ്ഖ് നാസർ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടു. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയണം. ഷെയ്ഖ് നസർ അതല്ല, ഇമാം മുസ്തഖരിയും ഇമാം റുയാനി ഇമാമാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ ആൾ. ഷെയ്ഖ് നസർ എന്നവരുടെ അഭിപ്രായം അതല്ല. അത് ബഹുമാനപ്പെട്ട നബിമാമ പറഞ്ഞത് ഷെയ്ഖ് നസർ എന്നവർ പറഞ്ഞതായിട്ട് ഉദ്ധരിച്ച വിഷയം അത് മറ്റൊന്നാണ്. അത് നജസല്ല എന്നല്ല അഭിപ്രായം പറഞ്ഞത്. ആ നജസിനെ തൊട്ട് ഇളവുണ്ട് എന്നാണ് അഭിപ്രായം പറഞ്ഞത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും വിഷയത്തിലേക്ക് കടക്കുന്നു. വബഹസൽ ഫസാരിയു, ഇമാം കുട്ടികളുടെ മൂത്രം 2 വയസ്സു താഴെ, കുട്ടികളുടെ മൂത്രവും നജസ് തന്നെയാണ്. 2 വയസ്സെത്താത്ത കുട്ടികളുടെ മൂത്രവും നജസാണ്. പക്ഷെ അവിടെ ചെറിയ രൂപത്തിലുള്ള ശുദ്ധീകരണം കൊണ്ട് ശുദ്ധിയാകുമെന്ന് മാത്രം. കുട്ടികളുടെ മൂത്രവും നജസ് തന്നെയാണ്, ചെറിയ രൂപത്തിലുള്ള ശുദ്ധീകരണം കൊണ്ട് ശുദ്ധിയാകും എന്നു മാത്രമേ ഉള്ളൂ.
കുട്ടികളുടെ മൂത്രം നജസ് തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ അത് കടന്നു വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് നീക്കി വെക്കുകയാണ്. വബഹസൽ ഫസാരിയു, ഇമാം ഫസാരി എന്നവർ ചർച്ച ചെയ്തു, അൽ അഫ്വ വിട്ടുവീഴ്ചയുണ്ട്, അൻ ബൈറിൽ ഫഇറത്തി എലിക്കാഷ്ടത്തിന് തൊട്ട്, എലിയുടെ കാഷ്ടത്തിന് തൊട്ട് വിട്ടുവീഴ്ചയുണ്ട്. എപ്പോൾ? ഇദാ വഖഅ ഫീ മാഇൻ, അത് ദ്രാവകത്തിൽ വീണാൽ. ഒരു ദ്രാവകത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എലിക്കാഷ്ടം വീണ് പോയാൽ അഫ്വ് ഉണ്ട് എന്ന് ഇമാം ഫസാരി ചർച്ച ചെയ്തിട്ടുണ്ട്. വെറും വെള്ളത്തിൽ വീണാൽ മാത്രം പോരാ, വഅമ്മത്തിൽ ബൽവാ ബിഹി, ആ എലിക്കാഷ്ടം കൊണ്ട് പരീക്ഷണം വ്യാപകമായിട്ടുണ്ട്. എവിടെ നമ്മൾ പാനീയങ്ങൾ വെച്ചാലും വെള്ളം വെച്ചാലും എലി എങ്ങനെയെങ്കിലും കാഷ്ടിക്കും. ആ നിലക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എലിക്കാഷ്ടം വീണതിന്റെ പേരിൽ വിഷയമാക്കേണ്ടതില്ല, അഫ്വ് ഉണ്ട് എന്ന് ഇമാം ഫസാരി എന്നവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ എലിയുടെ വല്ലാത്ത ഫഇറത്ത് എന്ന് പറഞ്ഞ എലിയല്ല, പല്ലല്ല അല്ലെ. ഫഇറത്ത് എന്ന് പറഞ്ഞ എലി തന്നെയല്ലേ സുഹൃത്തുക്കൾ, എല്ലാവർക്കും അറിയുന്ന ഒരു ലഫ്ലായിരിക്കും. പെട്ടെന്ന് ചില വബഹസൽ ഫസാരിയു, ഇമാം ഫസാരി എന്നവർ ചർച്ച ചെയ്തിട്ടുണ്ട്, അൽ അഫ്വ വിട്ടുവീഴ്ചയുണ്ട് എന്നതിനെ, അൻ ബഇരിൽ ഫഇറത്തി എലിക്കാഷ്ടത്തിനെ തൊട്ട്, ഇദാ വഖഅ ഫീ മാഇൻ അത് ദ്രാവകത്തിൽ വീണുപോയാൽ, മാത്രമല്ല വഅമ്മത്തിൽ ബൽവാ ബിഹി അതുകൊണ്ടുള്ള പരീക്ഷണം വ്യാപകമാവുകയും ചെയ്താൽ. ചില വീടുകളിൽ എലിശല്യം വല്ലാതെ ഉണ്ടാവും. അപ്പോൾ വീടുകളിൽ പാനീയം, പാല് അതുപോലുള്ള മറ്റു ദ്രാവങ്ങൾ എവിടെ എങ്ങനെ വെച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് എലിക്കാഷ്ടം അതങ്ങ് വീണുപോകും. അത്തരം സ്ഥലങ്ങളിൽ എലിക്കാഷ്ടം വീണതിന്റെ പേരിൽ അത് ഉപേക്ഷിക്കേണ്ടതില്ല, അഫ്വ് ഉണ്ട് എന്നൊരഭിപ്രായം ഇമാം ഫസാരി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വിഷയമാണ് അമ്മാ മാ യൂജദു അലാ വറഖി ബഅദി ശജരി, ചില വൃക്ഷങ്ങളുടെ ഇലകളുടെ മേൽ കാണപ്പെടുന്ന ഒന്ന്, എത്തിക്കപ്പെടുന്ന ഒന്ന്, കറഗവത്തി നൊര പോലെ. ചില ഇലകളിലൊക്കെ ചിലപ്പോ ചില നൊര പതയൊക്കെ കാണാം. പത നര എന്ന് പറഞ്ഞ പത നര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അമ്മാ മാ യൂജദു അലാ വറഖി ബഅദി ശജരി, ചില വൃക്ഷങ്ങളുടെ ഇലകളിൽ മേൽ എത്തിക്കപ്പെടുന്ന ഒന്ന്, കറഗവത്തി നൊര പോലെ അല്ലെങ്കിൽ പത പോലെ. ഫനജസുൻ അത് നജസാൻ. കാരണം അന്നഹു നിശ്ചയം ആ പത യഖ്റുജു മിൻ ബാത്തിനി ബഅദി ദീദാനി, ചില പുഴുക്കളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ചില പുഴുക്കളുടെ ഉൾഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണ് ഈ നൊര എന്നത്. അതുകൊണ്ട് അത് നജസ. കമാശൂഹിതാലിക്ക് അത് കാണപ്പെട്ടതുപോലെ, അത് സാക്ഷിയാക്കപ്പെട്ടതുപോലെ. അപ്പൊ ചില ഇലകളിലും മറ്റുമൊക്കെ നമ്മൾ ചിലപ്പോൾ ചില നരകളും പതകളൊക്കെ കാണും. ആ പതകൾ നജസാണ്. കാരണം അത് ചില പുഴുക്കളുടെ ഉൾഭാഗത്ത് നിന്നും പുറത്തു വരുന്ന വസ്തുക്കളാണ്. ഒന്നുകിൽ കാഷ്ടമാണ് അല്ലെങ്കിൽ മൂത്രമാണ്, രണ്ടും അല്ലെങ്കിൽ ഛർദിയാണ്. കമാശൂഹിതാലിക്ക് അത് കാണപ്പെട്ടതുപോലെ. വലൈസൽ അംബറു റൗസൻ, അംബർ എന്ന് പറയുന്നത് അത് കാഷ്ടമല്ല. അംബർ എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വലൈസൽ അംബറു റൗസൻ, അംബർ എന്നത് കാഷ്ടമല്ല. ഖിലാഫൻ ലിമൻ സഅമഹു, അതിനെ വാദിച്ചവർക്കെതിരായിട്ട് ചില ആളുകൾ പറഞ്ഞു അംബർ എന്നത് കാഷ്ടമാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അംബർ എന്നത് കാഷ്ടമല്ല. ബൽ ഹുവ നബാത്തുൻ ഫിൽ വഹ്രി, മറിച്ച് അതൊരു കടലിലുള്ള ഒരു സസ്യമാണ്. അതിൽ നിന്നാണ് ഈ അംബർ സുഗന്ധദ്രവ്യം ലഭിക്കുന്നത്. അല്ലാതെ അത് കാഷ്ടമല്ല, ഏതെങ്കിലും ജീവികളുടെ കാഷ്ടമൊന്നുമല്ല അത്, മറിച്ച് അത് കടലിലുള്ള ഒരു സസ്യമാണ്. അംബർ എന്നതാണ് പ്രബലമെന്ന് ചില ആളുകൾ അങ്ങനെ വാദിച്ചിട്ടുണ്ട്. അംബർ കാഷ്ടമാണെന്ന് വാദിച്ചവരും ഉണ്ട്. വമദിയും, അപ്പം ഒന്നാമത്തെ നജസിനെ സമാപിച്ചത് കറൗസിൻ വബൗലിൻ, മൂത്രം പോലെ കാഷ്ടം പോലെ. വലൗമിൻ മഅ്കൂലിൻ, അത് തിന്നപ്പെടുന്നതിൽ നിന്നാണെങ്കിലും. വമദിയിൻ, മദിയ് പോലെയുമാകുന്നു. മദിയ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വികാരജലം എന്ന എളുപ്പത്തിൽ അർത്ഥം വെക്കാം. മദിയ് ബി മുഅ്ജമത്തിൻ, മുഅ്ജമ എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ള ദാലാൻ.
മദി എന്നാണ്, മദിയ് എന്നല്ല. ബി മുഅ്ജമത്തിൻ എന്ന് പറഞ്ഞാൽ പുള്ളിയോടുകൂടി, അതായത് ദാലിന് പുള്ളിയുണ്ട് എന്നർത്ഥം. വ മദിയിൻ ബി മുഅ്ജമത്തിൻ, പുള്ളിയോടുകൂടി മദിയ്. മദിയ് എന്നതുപോലെയും. മദിയ് എന്നത് നജസാണ്. എന്തുകൊണ്ട്? ലിൽ അംദി ബി ഗസ്ലി ദക്കരി മിൻഹു, മദിയ് വന്നാൽ ദക്കർ കഴുകണമെന്ന് കൽപ്പനയുള്ളത് കൊണ്ട്. ലിൽ അംദി കൽപ്പനയുള്ളത് കൊണ്ട്, ബി ഗസ്ലി ദക്കരി മിൻഹു മനിയിന് കാരണം ദക്കർ കഴുകൽ കൊണ്ട് കൽപ്പനയുള്ളത് കൊണ്ട് മദിയും നജസാണ്. വ മദിയിൻ മദിയ് പോലെ, ബി മുഅ്ജമത്തിൻ പുള്ളിയോടുകൂടി. അത് ആ പദത്തിന്റെ ചർച്ചയാണ്. മദിയ് എന്നല്ല, ദാലല്ല, ദാലാണ് എന്നർത്ഥം. മദി എന്നത് നജസാണെന്ന് പറയാൻ കാരണം അംബി കൽപ്പനയുള്ളത് കൊണ്ട്, ബി ഗസ്ലി ദക്കരി മിൻഹു ആ മദിയിനാൽ ദക്കർ കഴുകൽ കൊണ്ട് കൽപ്പനയുള്ളത് കൊണ്ട്. ഇനി എന്താണ് മദിയ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വഹുവ അത് മാഉൻ അബിയദു ഔ അസ്ഫറു, വെള്ളം വെളുത്ത വെള്ളമാണ്. മാഉൻ അബിയദു വെള്ള നിറമുള്ള വെള്ളമാണ്. ഔ അസ്ഫർ അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞ നിറമുള്ള വെള്ളമാണ്. റഖീഖുൻ അല്പം നേരിയതാണ്. നേരിയ വെള്ളം വെളുത്തതോ അല്ലെങ്കിൽ മഞ്ഞ നിറമോ ഉള്ള വെള്ളം. യഖ്റുജു ഗാലിബൻ സാധാരണയിൽ അത് പുറപ്പെടും. ഇന്ദ സവറാനി ശഹ്വത്തി വികാരം ഇളക്കിവിടുന്ന സന്ദർഭത്തിൽ. ബിഗൈരി ശഹ്വത്തിൻ ഖവിയ്യത്തിൻ ശക്തമായ വികാരമില്ലാതെ, ശക്തമായ വികാരമുണ്ടാവില്ലാതെ വികാരം ഇളകി പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് സാധാരണയിൽ അത് വരിക. ചില വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുകയോ അല്ലെങ്കിൽ വേണ്ടാത്ത വാക്കുകൾ, വേണ്ടാത്ത പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ വേണ്ടാത്തത് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ രൂപത്തിൽ വികാര ചിന്തകൾ ഇളകി പുറപ്പെടുമ്പോൾ സാധാരണയിൽ പുറപ്പെടുന്നതാണ് ഈ മദി എന്ന് പറയുന്നത്. ബിഗൈരി ശഹ്വത്തിൻ ഖവിയ ശക്തമായ വികാരമില്ലാതെ, ശക്തമായ വികാരം കൂടാതെ വികാരം ഇളകി പുറപ്പെടുന്ന സന്ദർഭത്തിൽ സാധാരണ പുറപ്പെടുന്ന വെളുപ്പ് നിറമുള്ളതോ മഞ്ഞ നിറമോ ഉള്ള നേരിയ വെള്ളത്തിനാണ് മദിയ് എന്ന് പറയുന്നത്. വദിയിൻ വദിയ് പോലെയുമാണ്. ബി മുഹമ്മലത്തിൻ വദിയ് എന്നിടത്ത് പുള്ളിയില്ല. എന്നാണ് വദിയ് എന്നല്ല. മുഅ്ജമ എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ളത് എന്നർത്ഥം. മുഹമ്മല എന്ന് പറഞ്ഞാൽ പുള്ളിയില്ലാത്തത്. മദിയ് എന്നത് ബി മുഅ്ജമയാണ്, പുള്ളിയോടുകൂടിയാണ്. വദിയുൻ വദിയ് എന്നത് ബി മുഹമ്മലത്തിൻ പുള്ളി ഇല്ലാതെയാണ്. എന്താണ് ഈ വദിയ് എന്ന് പറഞ്ഞാൽ? വഹുവ വദിയ് എന്ന് പറയുന്നത് മാഉൻ അബിയദു, അതും ഒരു വെള്ള നിറമുള്ള വെള്ളം, വെളുപ്പ് നിറമുള്ള വെള്ളമാണ്. കബിറുൻ അല്പം കലർപ്പുള്ളതാണ്. അത്ര ഇതായിരിക്കില്ലേ, കലർപ്പുള്ള വെള്ളം. സഹീൻ അല്പം കട്ടിയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ റക്കീക്കാവില്ല, കട്ടിയുള്ളതാണ്. യഖ്റുജു ഗാലിബൻ സാധാരണയിൽ അത് പുറപ്പെടും. അഖ്ബൽ ബൗലി മൂത്രമൊഴിച്ച ഉടനെ, മൂത്രമൊക്കെ പോയാൽ ചിലപ്പം വദിയ് വരും. ഔ ഇന്ദ ഹംലി ഷൈഇൻ സഖീലിൻ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തു ചുമക്കുന്ന സന്ദർഭത്തിലും അത് പുറപ്പെടും. അതാണ് ഈ വദിയ്. വദിയൻ വദിയ് പോലെയുമാണ്. ബി മുഹമ്മലത്തിൻ പുള്ളിയില്ലാത്ത ദാലാണ്. വഹുവ വദിയ് എന്ന് പറയുന്നത് മാഉൻ അബിയദു വെളുപ്പ് നിറമുള്ള വെള്ളമാണ്. കദിറുൻ അല്പം കലർപ്പുള്ള എന്ന് പറഞ്ഞാൽ ശുദ്ധ വെളുപ്പല്ല എന്നർത്ഥം. സഹീനുൻ കട്ടിയുള്ള നേർമ്മ എന്നർത്ഥമാണ്. വദമിൻ രക്തം പോലെയും, രക്തവും നജസാണ്. ഹത്താ മാ ബഖിയ അലാ നഹ്വി എല്ല് പോലോത്തതിന്മേൽ ശേഷിക്കുന്ന ഒന്നും. അത് നമ്മൾ പോത്തിന്റെയും മറ്റുമൊക്കെ അറുത്തതിന് ശേഷം എല്ലുകളിലും മറ്റുമൊക്കെ ചില രക്തം ഉണ്ടാവും. ആ രക്തവും നജസാണ്. വദമിൻ രക്തം പോലെയും. ഹത്താ മാ ബഖിയ അലാ നഹ്വി അൽമിൻ എല്ല് പോലോത്തതിന്മേൽ ശേഷിക്കുന്ന ഒന്നും, രക്തം അതിൽപ്പെട്ടതും രക്തവും, ആ രക്തവും നജസാണ്. ലാക്കിന്നഹു എങ്കിലും എല്ല് പോലോത്തത് കഴുകിയതിനു ശേഷവും അവശേഷിക്കുന്ന വസ്തു മഅഫൂവൻ അൻഹു വിട്ടുവീഴ്ച നൽകപ്പെടുന്നതാണ്. ലാക്കിന്നഹു എങ്കിലും അത് മഅഫൂവൻ അൻഹു വിട്ടുവീഴ്ച നൽകപ്പെടുന്നതാണ്. രക്തം നജസാണെന്ന് പറയുമ്പോൾ ഈ കരളും പ്ലീഹയും അതുപോലെ മിസ്കും ഇതൊന്നും രക്തത്തിന്റെ ചില ഭാവഭേദങ്ങളാണെങ്കിലും രക്തം ചില ചേഞ്ചുകൾക്ക് രൂപപ്പെട്ടതാണ്. കരള്, അതുപോലെ പ്ലീഹ,
അതുപോലെ കസ്തൂരി, ഇത് അഫുണ്ട്. വസ്തസ്നൗ, ഫുഖഹാ ഒഴിവാക്കിയിട്ടുണ്ട്. മിൻഹു, രക്തത്തിൽ നിന്ന് എന്ന് പറഞ്ഞ രക്തം നജസാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഒഴിവാക്കിയിട്ടുണ്ട് ആ രക്തത്തിൽ നിന്ന് അൽ കബിദ, കരളിനെ. കരള് എന്ന് പറയുന്നത് ശരിക്കും രക്തം കട്ടുപിടിച്ച മറ്റൊന്നാണ്. എന്നാൽ അത് മാറ്റം ഉണ്ടായതുകൊണ്ട് ആ കരളിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വത്ഹാല, പ്ലീഹയെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വൽ മിസ്ക, കസ്തൂരിയെയും എന്ന് പറഞ്ഞ രക്തത്തിന്റെ മറ്റു ഭാവഭേദങ്ങളാണ്, രക്തത്തിന് മാറ്റങ്ങൾ സംഭവിച്ചതാണ് ഈ കരളും പ്ലീഹയും കസ്തൂരിയും ഒക്കെ. എന്നാലും അതിന് അഫുണ്ട്, അത് നജസല്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വസ്തസ്നൗ, അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫുഖഹാ ഒഴിവാക്കിയിട്ടുണ്ട്. മിൻഹു, ആ രക്തത്തിൽ നിന്ന് അൽ കബിദ, കരളിനെയും വത്ഹാല, പ്ലീഹയെയും വൽ മിസ്ക, മിസ്കിനെയും. വലൗമിൻ മയ്യത്തിൻ, വലൗമിൻ മയ്യത്തിൻ, മയ്യത്തിൽ നിന്നാണെങ്കിലും രക്തം നജസാണ്. വലൗമിൻ മയ്യത്തിൻ, മയ്യത്തിൽ നിന്നുള്ളതാണെങ്കിലും രക്തം നജസാണ്. ഇനിൻ അഖദ, അത് ഉറച്ചതാണെങ്കിൽ, മയ്യത്തിൽ നിന്നാണെങ്കിൽ രക്തം നജസാണ്. ഇനിൻ അഖദ, മയ്യത്തിൽ നിന്നാണെങ്കിലും രക്തം ഇനി അക്കദ എന്ന് പറഞ്ഞത് മയ്യത്തിൽ നിന്നാണെങ്കിലും ഈ പറയപ്പെട്ടതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഏത്? കബിദ്, തുഹാല്, മിസ്ക്, ഇതൊക്കെ നജസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻ അഖദ, ഉറച്ചതാണെങ്കിൽ, അതായത് ഈ കരളും അതുപോലെ പ്ലീഹയും കസ്തൂരിയും ഒക്കെ ഉറച്ചതാണെങ്കിലാണ് മയ്യത്തിൽ നിന്നാണെങ്കിലും ഇളവുണ്ട്. അതേസമയത്ത് ഉറക്കാത്തതാണെങ്കിൽ മയ്യത്തിൽ നിന്ന് ഇളവില്ല എന്നാണ് മനസ്സിലാകുന്നത്. വൽ അലക്കത്ത, അതുപോലെ രക്തകഷ്ണത്തെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. രക്തകഷ്ണം എന്നാൽ രക്തം കട്ടുപിടിച്ച് നമ്മൾ നുത്തുഫത്ത് 40 മാസത്തിന് ശേഷം ആയിത്തീരുന്ന അലക്കത്തുണ്ട്. ആ അലക്കത്തിനെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വൽ മുളുകത്ത, മാംസകഷ്ണത്തെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വൽ അലക്കത്ത, രക്തം നജസാനെന്നതിൽ നിന്ന് രക്തകഷ്ണം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാ അബ്ദുല്ലാ തൊണ്ണൂറ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് ഇനിൻ അക്കതയാണോ? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് ഇനിൻ അക്കതയാണോ അല്ല വൽ അലക്കത്ത എന്ന് പറഞ്ഞതാണോ? മയ്യത്തിനെ. ഓക്കെ. അതായത് വസ്തസ്നൗ മിൻഹു, ഫുഖഹാ രക്തം നജസാണ് എന്നതിൽ നിന്ന് ഒഴിവാക്കി. എന്തിനെ? അൽ കബിദ, കരളിനെ, വത്തിഹാല, പ്ലീഹയെ അല്ലെങ്കിൽ കരിനാക്ക്, വൽ മിസ്ക, കസ്തൂരിയെ. ഇതെന്താണ്? നജസല്ല. ഇത് കാരണം ഇത് രക്തമാണെങ്കിലും ഇപ്പോൾ അത് രക്തമല്ല, മറ്റൊരു മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് അത് നജസല്ല എന്ന് ഫുഖഹാ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. വലൗമിൻ മയ്യത്തിൻ, അല്ലെ? അത് മയ്യത്തിൽ നിന്നാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്തിൽ നിന്നാണ് കസ്തൂരി കിട്ടിയത്. ഒരു മയ്യത്തിൽ നിന്നാണ് കസ്തൂരി കിട്ടിയത് എങ്കിലും, കാരണം കസ്തൂരി പൊതുവെ കിട്ടുന്നത് മാനിൽ നിന്നാണ്. അപ്പൊ മരിച്ച മാനിൽ നിന്നാണ് കസ്തൂരി കിട്ടിയത് എങ്കിലും എന്താണ്? അതും നജസല്ല. പക്ഷെ ഇനിൻ അക്കഥ, അത് ഉറച്ചതായിരിക്കണം. മരിച്ച മയ്യത്തിൽ നിന്ന് കസ്തൂരി കിട്ടിയതാണെങ്കിൽ ഉറച്ചതാണെങ്കിലേ എന്താകുള്ളൂ, പിന്നെ നമുക്കത് വേർതിരിക്കാം. ഉറച്ചതാണെങ്കിലേ ആ മിസ്ക് എന്താകുള്ളൂ, നജസല്ലാതിരിക്കുകയുള്ളൂ. മനസ്സിലായി കാണും. അതായത് രക്തം നജസാണ് എന്ന് പറഞ്ഞപ്പോൾ രക്തത്തിന്റെ ചില മാറ്റങ്ങളാണ് കരളും പ്ലീഹയും കസ്തൂരിയും. ആ കസ്തൂരി മരിച്ച മാനിൽ നിന്നാണെങ്കിലും ശരി നജസല്ല. ഇനി അക്കഥ മരിച്ചതിൽ നിന്നാവണമെങ്കിൽ അത് ഉറച്ചതായിരിക്കണം. ഇനി അക്കഥ അത് ഉറച്ചതാണെങ്കിൽ. വൽ അലക്കത്ത, രക്തകഷ്ണത്തെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളത് മനസ്സിലായില്ലേ?
ആ പറഞ്ഞ വിഷയം മനസ്സിലായിട്ടില്ലേ? മനസ്സിലായല്ലോ അല്ലെ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. അതായത് രക്തം നജസാണ് എന്ന് പറഞ്ഞു. രക്തം നജസാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും രക്തത്തിന്റെ ചില മാറ്റങ്ങൾ, രക്തത്തിന് മാറ്റങ്ങൾ വന്ന വസ്തുക്കളാണ് ഏത്? കരള്, പ്ലീഹ, അതുപോലെ കസ്തൂരിയൊക്കെ. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഫുഖഹാ ഒഴിവാക്കിയിട്ടുണ്ട്. കസ്തൂരി ഒരു മരിച്ച ചത്തുപോയ മാനിൽ നിന്നാണ് കസ്തൂരി കിട്ടിയതെങ്കിലും അതും ശരിയാണ്. പക്ഷെ ഇനി അക്കതെന്താവണം? ആ മിസ്ക് ഉറച്ചതായിരിക്കണം. വൽ അലക്കത്ത, രക്തകഷ്ണത്തെയും അവരൊഴിവാക്കി. രക്തകഷ്ണം എന്ന് പറഞ്ഞാൽ നുത്തുഫത്ത്, മനിയ്, 40 ദിവസങ്ങൾക്ക് ശേഷം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാധനമാണല്ലോ അലക്കത്ത്. ആ അലക്കത്തിനെയും അവർ ഒഴിവാക്കി, അത് നജസല്ല. വൽ മുളകത്ത, മാംസകഷ്ണത്തെയും അവർ ഒഴിവാക്കി, അത് നജസല്ല. വലബനൻ ഖറജ ബിലൗനി ദമിൻ, രക്തത്തിന്റെ നിറത്തോടുകൂടി പുറത്തു വന്ന പാലിനെയും ഒഴിവാക്കി. പാലാണ് പക്ഷേ രക്തത്തിന്റെ നിറമുള്ളത്, അതും നജസല്ല. വദമു ബൈളത്തിൻ, ഒരു മുട്ടയുടെ രക്തം, ലം തഫ്സുദ്, ഇത് കേടാവാത്ത മുട്ടയുടെ രക്തത്തെയും അവരൊഴിവാക്കി. വദമ ബൈളത്തിൻ, ഒരു മുട്ടയുടെ രക്തത്തെയും. എങ്ങനെയുള്ള മുട്ടയാണ്? ലം തഫ്സുദ്, അത് കേടായിട്ടില്ല. കേടാവാത്ത മുട്ടയുടെ ഉള്ളു, മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് സ്വാഭാവികമായി രക്തത്തിന് മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പൊ ആ കേടാവാത്ത മുട്ടയുടെ രക്തത്തിനെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. വദമ ബൈളത്തിൻ ലം തഫ്സുദ്, കേടാവാത്ത മുട്ടയുടെ രക്തത്തെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്, അത് നജസല്ല. അതായത് രക്തം നജസാണ് എന്ന് പറയുമ്പോൾ രക്തത്തിന് ചില ചേഞ്ചുകൾ വന്ന ഈ പറയപ്പെട്ട വിഷയങ്ങളൊന്നും നജസല്ല, രക്തം നജസുമാണ്. വകൈഹിൻ, ചലം പോലെ, ചലം അത് നജസാണ്. ചലം എന്ന് പറഞ്ഞാൽ എന്താ? ചലം എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ പറയാ? ചലം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കുറിച്ചാണ്? ചലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കൃത്യമായി അറിയാം, ശരിക്കത് രക്തം കേടാകുമ്പോഴാണ് സത്യത്തിൽ ചലമാകുന്നത്. ലിഅന്നഹു, ചലം എന്ന് പറയുന്നത് ദമുൻ മുസ്തഹീലുൻ, മാറിയ രക്തം. ദമുൻ മുസ്തഹീലുൻ, ദമുൻ മുസ്തഹീലുൻ, നന്മയിലേക്കല്ല മോശമായതിലേക്ക് പരിവർത്തിതമായ രക്തമാണ് ചലം. നന്മയിലേക്ക് മാറിയ രക്തമാണ് മറ്റു നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ. ഇത് മോശമാവുന്നതിലേക്ക്, കേടാവുന്നതിലേക്ക് മാറ്റം സംഭവിച്ച രക്തമാണ് ചലം. അതുകൊണ്ട് ചലം നജസാണ്. വഖൈഹിൻ, ചലം പോലെയും. ചലം എന്തുകൊണ്ടാണ് നജസാകുന്നത്? ലിഅന്നഹു, ചലം എന്ന് പറയുന്നത് ദമുൻ മുസ്തഹീലുൻ, മോശമാവുന്നതിലേക്ക് മാറ്റം സംഭവിച്ച രക്തമാണ്. നന്മയിലേക്കാണ് മാറ്റം സംഭവിച്ചതെങ്കിൽ നമ്മൾ രക്തം നജസല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതൊക്കെ അതാണ്. എന്നാൽ ഇത് മോശമാവുന്നതിലേക്ക് പരിവർത്തിതമായ രക്തമായതുകൊണ്ട് അത് ചലം നജസാണ്. വസ്വദീദിൻ, ചീഞ്ചലം പോലെയും. സ്വദീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖൈഹ് എന്ന് പറഞ്ഞാൽ വഹുവ, അത് മാഉൻ റഖീഖുൻ, നേരിയ വെള്ളമാണ്. യുഖാലിത്തുഹു ദമുൻ, അതിനോട് രക്തം കലർന്നിട്ടുണ്ട്. രക്തം കൂടിക്കലർന്ന നേരിയ വെള്ളത്തിനാണ് എന്ത് പറയാ? സ്വദീദ് എന്നും ഖൈഹ് എന്നും പറയാം. ഏകദേശം രണ്ടും ഒന്ന് തന്നെ. ചീഞ്ചലം എന്നൊന്നിന് പറയും, മറ്റതിന് ചലം എന്ന് മാത്രം പറയും. വഹുവ, ഈ ചലം, ചീഞ്ചലം എന്നൊക്കെ പറഞ്ഞാൽ മാഉൻ റഖീഖുൻ, നേരിയ വെള്ളമാണ്. അങ്ങനെയുള്ള നേരിയ വെള്ളമാണ്. യുഖാലിത്തുഹു ദമുൻ, രക്തം അതിനോട് കലർന്നിട്ടുണ്ട്. വകദാ, ഇപ്രകാരം തന്നെ നജസാണ് മാഉ ജുർഹിൻ, മുറിവിന്റെ വെള്ളം. മുറിവുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവും. വജുദിരിയിൻ, വ്രണങ്ങളുടെ വെള്ളം. വ്രണമുള്ള സ്ഥലത്ത് ചില അല്പം വെള്ളങ്ങൾ ഉണ്ടാവും. വനുഫത്തിൻ, പൊക്കളകളുടെ വെള്ളവും. ഇൻ തഗയ്യറ, മാറ്റമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്പം അതിന്റെ ശരിയായ വെള്ളത്തിൽ നിന്ന് അല്പം മാറ്റം ഉണ്ടെങ്കിൽ ഇപ്പറഞ്ഞതൊക്കെ നജസാണ്. ഫകദാ മാഉ ജുർഹിൻ, മുറിവിന്റെ വെള്ളവും നജസാണ്. വജുദുരിയിൻ, വ്രണങ്ങളുടെയും. വനുഫത്തിൻ, പൊക്കളകളുടെയും. ഇൻ തഗയ്യറ, വ്യത്യാസമുണ്ടെങ്കിൽ. ഇല്ല, അങ്ങനെ വ്യത്യാസമില്ലെങ്കിൽ ഫമാഉഹ ത്വാഹിറുൻ, അവകളുടെ വെള്ളം ശുദ്ധിയാണ്, ത്വാഹിറാണ്. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങളുടെ, മുറിവുകളുടെ, പൊക്കളകളുടെയൊക്കെ വെള്ളം, അതിന് മാറ്റം ഉണ്ടെങ്കിൽ, തഗയ്യുറുണ്ടെങ്കിൽ അത് നജസാണ്. അല്ലെങ്കിൽ ആ വെള്ളം ത്വാഹിറാണ്. അതായതിന്റെ പേരിൽ കഴുകുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ കഴുകണമെന്നർത്ഥം അല്ലെ? വഖൈഹിൻ, ചലം പോലെ. നജസുകളെ മുസന്നിഫ് റഹിമഹുല്ല ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കണം. വഖൈഇ മഇദത്തിൻ, ആമാശയത്തിന്റെ ഛർദി പോലെ എന്ന് പറഞ്ഞാൽ ആമാശയത്തിലെത്തി മടങ്ങി വരുന്ന ഛർദി എന്നർത്ഥം.
വഖൈഇ മഇദത്തിൻ ആമാശയത്തിന്റെ ഛർദി പോലെ വഇല്ലം യതഗയ്യർ അത് പകർച്ചയായിട്ടില്ലെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ആമാശയത്തിലേക്ക് ഒരു വസ്തു എത്തി അങ്ങനെ തന്നെ തിരിച്ചു വന്നു എന്നാലും അത് ഛർദിയാണ്, അത് നജസാണ്. വഹുവ ഈ ആമാശയത്തിന്റെ ഛർദി എന്ന് പറയുന്നത് അർറാജിഉ ബഅദൽ വസൂലി ലിൽ മഇദത്തി ആമാശയത്തിലേക്ക് എത്തിയതിന് ശേഷം മടങ്ങി വരുന്നത്. എന്ന് പറഞ്ഞാൽ വായിലേക്ക് കിട്ടപ്പോ തന്നെ ഛർദിച്ചതല്ല, അങ്ങോട്ടേക്കെല്ലാം പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്നതാണ്. മഇദത്തിന്റെ ഛർദി എന്ന് പറയുന്നത് വഹുവ അത് അർറാജിഉ ബഅദൽ വസൂലി ലിൽ മഇദത്തി ആമാശയത്തിലേക്ക് എത്തിയതിന് ശേഷം മടങ്ങി വരുന്നതാണ് ആമാശയത്വത്തിന്റെ ഛർദി എന്ന് പറയുന്നത്. വലവും മാൻ അത് വെള്ളമാണെങ്കിലും ശരി, ഒരാൾ വെള്ളമൊക്കെ കുടിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാം തിരിച്ചു വന്നു, സ്വാഭാവികമായും അത് നേരെ പോയത് ആമാശയത്തിലേക്കാണ്. അപ്പോൾ ആമാശയത്തിൽ നിന്നും മടങ്ങി വരുന്നതാണ്. അതേസമയം അമ്മ റാജിഉ ഖബലൽ വസൂലി ഇലൈഹ ആമാശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മടങ്ങി വന്നത് യഖീനൻ എത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ്, അവിഹ്തിമാലൻ അല്ലെങ്കിൽ എത്തിയോ ഇല്ലേ എന്ന് സാധ്യതയാണ്, എത്താതിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിലും ഫലാ യകൂനു നജസൻ ആ മടങ്ങി വന്നത് നജസല്ല, വലാ മുതനജിസൻ നജസായതുമല്ല. മനസ്സിലായല്ലോ? അതായത് ആമാശയത്തിൽ എത്തിയതിനു ശേഷമാണ് മടങ്ങി വരുന്നതെങ്കിൽ അത് നജസാണ്, ഒരു പകർച്ച ഇല്ലെങ്കിലും നജസാണ്. അതേസമയം ആമാശയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എത്തിയിട്ടില്ല, ആമാശയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ എത്തിയോ ഇല്ലേ എന്ന് സാധ്യതയാണ്, എത്തിയിട്ടില്ല എന്നുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും ഫലാ യകൂനു നജസൻ അത് നജസാകൂല, വലാ മുതനജിസൻ അത് നജസായതുമാവുകയില്ല. ഖിലാഫൻ ലിൽ ഖഫാരി ഇമാം ഖഫാരി എന്നവർക്കെതിരായിട്ട് ഇമാം ഖഫാരി റഹിമഹുല്ലക്ക് എതിരായ നിലയിൽ. അപ്പൊ ഛർദി നജസാണെന്ന് പറയുമ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് ഛർദിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ടാവും. പാല് കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ പാല് അങ്ങനെ ഇങ്ങോട്ടേക്ക് ഛർദിക്കുന്ന ധാരാളം ഛർദി വല്ലാതെ ഉണ്ടാകുന്ന ചില കുഞ്ഞുങ്ങളുണ്ടാവും. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഉമ്മമാര് മുല കൊടുത്താൽ സ്വാഭാവികമായും കുഞ്ഞുങ്ങളുടെ വായ അത് നജസാണ്, അല്ലെ? ഛർദിച്ച വായ നജസാകും. അവ വായ കഴുകാതെ കണ്ട് ഉമ്മമാര് മുല കൊടുക്കുമ്പോ പിന്നീട് കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ഉമ്മമാര് അവരുടെ മുലകൾ കഴുകേണ്ടതുണ്ടോ? അതൊരു ചോദ്യമാണ്. കാരണം ചോദ്യമായി വരും. കാരണം കൈ എന്ന് ഛർദി നജസാകുമ്പോൾ ഛർദിച്ചവരുടെ വായ നജസാണ്. അപ്പൊ കുട്ടി ഇങ്ങനെ ഛർദിച്ചാൽ വായ നജസാകും. വായ കഴുകാതെ കണ്ട് വീണ്ടും മുല കൊടുക്കും. ഇങ്ങനെ മുല കൊടുക്കുമ്പോൾ ഈ മുലയിലേക്ക് നജസ് പകരുന്നു. ഇങ്ങനെയാണെങ്കിൽ അത് വീണ്ടും കഴുകേണ്ടതുണ്ടോ ഇല്ലേ? അത് സംബന്ധിയായ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു ഹജർ തങ്ങളോട് വന്നപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി അഫ്താ ശൈഖുന, നമ്മുടെ ശൈഖുന ഫത്വ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ ഫത്വ നൽകിയിട്ടുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടുണ്ട്. എന്താണ് ഫത്വ? അന്നസ്വബിയ ഇദബ്തുലിയ ബിതതാബുഇൽ ഖൈഇ വഫിയ അൻ ഹദിയ ഉമ്മിഹി ദാഖിലി ഫീഹി. അന്നസ്വബിയ ഒരു കുട്ടി, ഇദബ്തുലിയ അവൻ പരീക്ഷിക്കപ്പെട്ടാൽ ബിതതാബുഇൽ ഖൈഇ തുടർച്ചയായ ഛർദി കൊണ്ട്, ഛർദി തുടരെയാവൽ കൊണ്ട്, ഞാൻ ഇടയ്ക്കിടെ ഛർദിച്ചുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടെ ഛർദിടുമ്പോൾ വായ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കാൻ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ. അന്നസ്വബിയ ഇദബ്തുലിയ കുട്ടിയെ പരീക്ഷിക്കപ്പെട്ടാൽ ബിതതാബുഇൽ ഖൈഇ ഛർദി തുടരെയാവൽ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, അല്ല യാവൽ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ഉഫിയ അൻ സദി ഉമ്മിഹി അദ്ദാഖിലി ഫീഹി അവന്റെ വായയിൽ പ്രവേശിക്കുന്ന ഉമ്മയുടെ മുലയെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടുമെന്ന് ശൈഖുന ഫത്വ കൊടുത്തിട്ടുണ്ട്. അന്നസ്വബിയ ഒരു കുട്ടി ഇദബ്തുലിയ അവൻ പരീക്ഷിക്കപ്പെട്ടാൽ ബിതതാബുഇൽ ഖൈഇ തുടർച്ചയായ ഛർദി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ഉഫിയ വിട്ടുവീഴ്ച ചെയ്യപ്പെടും അൻ സദി ഉമ്മിഹി അവന്റെ ഉമ്മയുടെ മുലയെ തൊട്ട്. എന്നാൽ ഉമ്മയുടെ മുല കഴുകേണ്ടതില്ല. എങ്ങനെയുള്ള മുലയാണ്? ഉമ്മയുടെ മുലയാണ് അദ്ദാഖിലി ഫീഹി അവന്റെ വായയിൽ പ്രവേശിച്ച. ഇതെന്താ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സുഹൃത്തെ? ഏതോ ഒരു സഹോദരൻ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നടക്കാൻ പോവാണ്. ഫസ്ലു ഹുദവി മേലാറ്റൂർ വിളിക്കുന്നു. ബഹു കുഞ്ഞാലി ഉസ്താദ് കൂടെയുണ്ട്. പി കെ റഷീദ് വാഫി. ഓക്കെ ഓക്കെ. അപ്പം വഫ്താ ശൈഖുന ഫത്വ കൊടുത്തു. അന്നസ്വബിയ ഇദബ്തുലിയ ബിതതാബുഇൽ ഖൈഇ ഖൈഇ തുടരൽ കൊണ്ട്
കൈ തുടരൽ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അവന്റെ വായിൽ പ്രവേശിച്ച ഉമ്മയുടെ മുല കഴിയേണ്ടതില്ല, അഫുണ്ട്. എന്നാൽ ആ കുട്ടിയെ ഒരു ഉപ്പയോ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ടവരെ ചുംബിച്ചാൽ അവരുടെ വായക്ക് അഫുണ്ടോ? ഇല്ല. ലാൻ മുഖബ്ബിലിഹി, അവനെ ചുംബിച്ചവനെ തൊട്ടില്ല. അങ്ങനെയുള്ള കുട്ടിയെ ചുംബിക്കുകയാണെങ്കിൽ ലാ അൻ മുഖബ്ബിലിഹി, അവനെ ചുംബിക്കുന്നതിന് തൊട്ടല്ല. അങ്ങനെ ചുംബിച്ചവന് അഫുവില്ല, അവൻ എന്ത് ചെയ്യേണ്ടി വരും? കഴുകേണ്ടി വരും. ഔ മുമാസിഹി, അല്ലെങ്കിൽ അവനെ സ്പർശിച്ചവനെ തൊട്ടും അഫുവില്ല. ഉമ്മയുടെ മുല, കാരണം ഉമ്മ മുല കൊടുക്കുക എന്നുള്ളത് കുട്ടിയെ അനിവാര്യമായ കാര്യമാണ്. മറ്റുള്ളവരുടെ ചുംബനവും സ്പർശനവും അനിവാര്യമല്ല, അതുകൊണ്ട് അഫുവുമില്ല. അപ്പോൾ ഇടയ്ക്കിടെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വായന്റെ ചുണ്ടിനെ ചുംബിച്ചാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അത്തരം സ്ഥലം സ്പർശിച്ചാൽ അത്തരം സ്ഥലങ്ങൾ കഴുകാതെ നിസ്കരിക്കാൻ പറ്റില്ല എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. വക്ക മിറത്തിൻ, ഏതുപോലെയും മിറത്ത് പോലെയും. നജസായ വസ്തുക്കൾക്ക് ഉദാഹരണം പറയാണ് ഛർദി എന്ന് പറഞ്ഞു, കൂട്ടത്തിൽ പറയാണ് വക്ക മിറത്തിൻ, കയ്പ് പോലെ. കയ്പുണ്ടാകുമല്ലോ മറ്റു ജീവികളുടെയൊക്കെ കയ്പ്, അത് നജസാണ്. വ ലബനിൻ ഗൈരി മഅ്കൂലിൻ, തിന്നപ്പെടാത്ത ജീവിയുടെ പാലും നജസാണ്. വ ലബനി ഗൈരി മഅ്കൂലിൻ, തിന്നപ്പെടാത്ത വസ്തുക്കളുടെ പാല് പോലെയും. തിന്നപ്പെടാത്ത വസ്തുക്കളുടെ പാല് നജസാണ്. അങ്ങനെയാകുമ്പോൾ മനുഷ്യന്റെ പാലും നജസാണല്ലോ? ഇല്ലല്ല, ആദമീയ മനുഷ്യന്റെ ഒഴികെ. മനുഷ്യനല്ലാത്ത മറ്റു തിന്നപ്പെടാത്ത എല്ലാ ജീവിയുടെയും പാല് നജസാണ്. വലബനി ഗൈരി മഅ്കൂലിൻ, തിന്നപ്പെടാത്ത ജീവിയുടെ പാല് പോലെ, ഇല്ലൽ ആദമീയ മനുഷ്യന്റെ ഒഴികെ. വജറത്തി നഹ്വി ബഈരിൻ, ഒട്ടകം പോലാത്ത ജീവികളുടെ അയവറക്കൽ പോലെ. ഒട്ടകം പോലാത്ത ജീവികൾ അയവറക്കും. കാരണം ഒരിക്കൽ മൈദത്തിലേക്ക് എത്തിയത് വീണ്ടും അവിടെ നിന്നും എടുത്തു വീണ്ടും അയവറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ജീവിയുടേതും അയവറക്കലും നജസാണ്. കാരണം ഒരർത്ഥത്തിൽ അത് ഛർദിയുടെ മറ്റൊരു രൂപമാണ്. വജറത്തു നഹ്വി ബഈരിൻ, ഒട്ടകം പോലാത്ത ജീവികളുടെ അയവറക്കൽ പോലെ. അമ്മൽ മനിയു, അപ്പം മനിയ് ഫത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്, ത്വാഹിറാണ്. ഖിലാഫൻ ലി മാലിക്കിൻ, ഇമാം മാലിക് റഹിമഹുല്ലക്ക് എതിരായ ഹാലിൽ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നു മനിയ് നജസല്ല, മനിയ് നജസാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവര് പറയുന്നു മനിയ്, നമ്മുടെ ശാഫി മദ്ഹബിലെ പ്രബലാഭിപ്രായ പ്രകാരം മനിയ് ത്വാഹിറാണ്. അതുകൊണ്ട് തന്നെ മനിയോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകും. കുളിക്കണം, അത് മറ്റൊരു വിഷയം. വക്കദാ ബുൽഗമുൻ, അപ്രകാരം തന്നെ കഫം. എങ്ങനെയുള്ള കഫം? വക്കദാ ബുൽഗമിൻ ഗൈരി മൈദത്തിൻ, ആമാശയത്തിന്റേതല്ലാത്ത കഫവും അപ്രകാരം തന്നെ. ആമാശയത്തിൽ നിന്ന് വരുന്ന കഫാണെങ്കിൽ അത് ഛർദിയുടെ സ്ഥാനത്താവും. ആമാശയത്തിന്റെ അല്ലാത്തതിന്റെ കഫം, ആമാശയത്തിലല്ലാത്ത കഫ ഏതുപോലെ മിൻ റഅസിൻ ഔ സദരിൻ, നെഞ്ചിൽ നിന്നോ തലയിൽ നിന്നോ. തലയിൽ നിന്നാണ് കഫം വന്നതെങ്കിൽ നജസല്ല. അതുപോലെ നെഞ്ചിൽ നിന്നാണെങ്കിലും കഫം നജസല്ല. അതേ സമയത്ത് ആമാശയത്തിൽ നിന്നാണ് കഫം വന്നതെങ്കിൽ നജസാണ്. അപ്രകാരം വമാഇൻ സാഇലിൻ, ഒലിക്കുന്ന രക്തം പോലെ. മൂക്കിലോട്ട് രക്തം കഫം വരികയാണ്. മൂക്കിലോട്ടൊക്കെ വരുന്ന കഫം തലയിൽ നിന്ന് തന്നെയായിരിക്കും, മറ്റൊരിടത്തും വരില്ലല്ലോ. മൂക്കിലൂടെ വരുന്ന കഫം അത് തലയിൽ നിന്ന് തന്നെയാണ് അല്ലെ? മൂക്കിൽ നിന്ന് കഫം വരികയാണ്, പുറത്തേക്ക് വരികയാണ്. അത് നമ്മൾ നുഹാമത്ത് കഫം എന്ന് പറയുന്നില്ല, അതിന് നുഹാമത്ത് എന്നാണ് പറയല്. അതിനെന്ത് പറയല്? ബുൽഗം എന്ന പ്രയോഗം നടത്താറില്ല. അതുകൊണ്ടാണ് നുഹാമത്ത് ഇതെല്ലാം തന്നെ ഉറപ്പാണ്, സംശയിക്കേണ്ടതില്ല. അപ്പം കഫത്തിൻ്റെതാണ്, ആമാശയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നജസാകും, അല്ലെങ്കിൽ നജസല്ല. പൊതുവെ സാധാരണയിൽ വരുന്ന ബുൽഗം എന്ന് പറയാറില്ല, മലയാളത്തിൽ നമ്മൾ കഫം എന്നും പറയാറില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി വമാഇൻ സാഇലിൻ, ഒലിക്കുന്ന വെള്ളവും. എവിടുന്ന്? പിന്നെ വമാഇൻ സാഇലിൻ, വമാഇൻ സാഇലിൻ മിൻ ഫമി നാഇമിൻ, ഉറങ്ങുന്നവന്റെ വായയിൽ നിന്ന് ഒലിക്കുന്ന വെള്ളവും ഇപ്രകാരം തന്നെയാണ്. എന്താണ്? ശുദ്ധിയുള്ളതാണ്, നജസല്ല. വലൗ നെത്തിന്,
എന്താണെങ്കിൽ നാറ്റമുണ്ടെങ്കിലും ശരി, ഉറങ്ങുന്നവന്റെ വായയിൽ നൊലിക്കുന്ന കേലാന്നും ചേലാന്നൊക്കെ ഓരോ നാട്ടിൽ പറയും. ഏതാ ഉറങ്ങുമ്പോൾ വായെന്ന് ചിലർക്കൊക്കെ ഒലിക്കുന്ന വസ്തു, അതും ത്വാഹിറാണ്. വലവു നത്തിന് നാറ്റമുണ്ടെങ്കിലും ശരി ത്വാഹിറാണ്. അത് അസ്ഫർ അല്ലെങ്കിൽ മഞ്ഞയായിട്ടുണ്ടെങ്കിലും ശരി ത്വാഹിറാണ്. മാലം യതഹഖഖ് അന്നഹു മിൻ മൈദത്തിൻ, അത് ആമാശയത്തിൽ നിന്നാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം. ആമാശയത്തിൽ നിന്ന് ഉറപ്പാണോ, ആമാശയത്തിൽ നിന്ന് ഉറപ്പാണോ എന്നാൽ അത് നജസാണ്. അതന്നെയാണ് ബുലഗമും. കഫമാണെങ്കിലും ഉറങ്ങുന്നവന്റെ വായിലൂടെ ഒലിക്കുന്ന വെള്ളവും നജസാണെന്ന് തീരുമാനിക്കണമെങ്കിൽ അതെന്താവണം, ആമാശയത്തിൽ നിന്നാണ് ഉറപ്പാവണം. ആമാശയത്തിൽ നിന്നാണെങ്കിൽ എന്താണത്, നജസാണ്, അല്ലെങ്കിൽ നജസല്ല. വലിയ ശുദ്ധിക്കാരൻ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുവാൻ വധു എടുക്കണം. ഹിമത്ത് എന്താണ്, എടുക്കണം. ഹിക്മത്ത് എന്താണ്, അല്ലെ? സോറി, ഹിക്മത്ത്. ഓക്കെ, ഹിക്മത്ത് ഹിക്മത്ത് കൃത്യമായി നോക്കി വെച്ചിട്ടില്ല. വലിയ അശുദ്ധിക്കാരൻ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനൊക്കെ വധു എടുക്കണം. എന്താണ് ഹിക്മത്ത് എന്നത് കൃത്യമായി നോക്കിയിട്ടില്ല. ചില വിഷയത്തിലൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതായത് സലാം അടക്കാൻ വരെ അശുദ്ധിക്കാരനായ നിലക്ക് നിൽക്കാതെ സലാം അടക്കിയിട്ട് വുളു എടുത്തതിന് ശേഷം അല്ലെങ്കിൽ തയമ്മും ചെയ്തതിന് ശേഷം സലാം അടക്കിയ രംഗങ്ങളൊക്കെ ഹദീസിലൊക്കെ കാണുന്നുണ്ട്. അത്ര ഹിക്മത്ത് നോക്കിയിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും കിതാബുകളുടെ പ്രകടമായ ഭാഗത്ത് തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതെവിടുന്നാണെന്ന് ഉറപ്പിക്കുക, അതായത് ആമാശയത്തിൽ നിന്നാണ് എങ്ങനെയാണ് ഉറപ്പിക്കുക, അല്ലെ? ആമാശയത്തിൽ നിന്ന് ഉറപ്പിക്കാനുള്ള മാനദണ്ഡം വയോറഫു കൗനുഹു മിൻഹാ ബിമാ യഅതി ഫിൽ മാഇ സായിലി മിനൽ ഫമി എന്നാണ്. അതായത് അതിനെക്കുറിച്ച് വായയിൽ നിന്ന് വരുന്നതും അപ്രകാരം അതായത് മൈദത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ സ്റ്റോപ്പില്ലാതെ ഇടമുറിയാതെ വരും എന്നാണ്. ആമാശയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു സ്റ്റോപ്പില്ലാതെ കണ്ടും ഇടമുറിയാതെ കണ്ടുവരും എന്നതാണ് ചില അടയാളമായി പറയുന്നത്. ഒരുപാട് അടയാളങ്ങൾ ഈ ആനത്ത് താലിബീനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്നാണ്, അതായത് ഇടമുറിയാതെ കണ്ടു വരും എന്നത്. ഇൻഷാല്ലാ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പറയുകയും ചെയ്യാം. അത് ആമാശയത്തിൽ നിന്നാണ് കഫം വരുന്നത്, അല്ലെങ്കിൽ ആമാശയത്തിൽ നിന്നാണ് ഈ ഒലിക്കുന്ന വെള്ളം വരുന്നത് എന്ന് ഉറപ്പായാലേ എന്താവുള്ളൂ, നജസാവുള്ളൂ. അപ്പോൾ ഇത് ഉറപ്പിക്കാൻ എന്താണ് മാനദണ്ഡം എന്ന ചോദ്യം വളരെ പ്രധാനം, അല്ലെ? ആ ചോദ്യം വളരെ പ്രധാനമായ ചോദ്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കാം, അത് സ്റ്റോപ്പില്ലാതെ വരിക, ഇടമുറിയാതെ വരിക, കൃത്യമായി ഒന്നൊന്നിനോട് ടച്ചായ രൂപത്തിൽ തന്നെ വരിക. അങ്ങനെയാണെങ്കിൽ അതങ്ങനെയെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ മറ്റു ചില മാർഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. ഇനി ഏതാണ് മാലം യതഹഖഖ അന്നഹു മിൻ മൈദ ഇല്ലാ മിമ്മൻ ഇബ്തുലിയ ബിഹി. അങ്ങനെ ആമാശയത്തിൽ നിന്നും ഒലിക്കുന്ന അതായത് ആമാശയത്തിൽ തന്നെയാണ് ഉറങ്ങുമ്പോൾ വെള്ളം വരുന്നത്, എന്നാലും അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് ഒഴികെ അവന് അഫയുഫ അൻഹു, അതിനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടും. കാരണം ആമാശയത്തിൽ നിന്ന് തന്നെയാണ് അവന്റെ കേല ഒലിക്കുന്നത്. ശരി, എങ്കിൽ അത് ധാരാളമായി പരീക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, എപ്പോൾ നോക്കിയാലും അങ്ങനെ വരുന്ന ആളാണെങ്കിൽ അവന് അതിനെ തൊട്ട് അഫുണ്ട്. വായിൽ നിന്ന് ഒരിക്കൽ എങ്കിലും ചില സമയത്ത് മാത്രമല്ല, എങ്ങനെ ഏത് ടൈമിൽ ഉറങ്ങിയാലും പെട്ടെന്ന് അങ്ങ് ഒലിക്കുന്ന ആളാണ്. അത്തരക്കാരായ ആളുകൾക്ക് അതിനെ തൊട്ട് അഫു ചെയ്യപ്പെടും. വഇൻ കസുറ, അത് അധികരിച്ചാലും ശരി. വറതൂബത്തി ഫർജിൻ, സ്ത്രീകളുടെ മുൻദ്വാരത്തിന്റെ അടുത്തുള്ള നനവ് പോലെയും, ഐ ഖുബുലിൻ അൽ അസഹി, അസഹ അനുസരിച്ച് മുൻഭാഗത്തുണ്ടാകുന്ന ചില നനവ്. ഇതേതാണ് നനവ്?
ഈ നനവിനെ കുറിച്ച് മഹാന്മാര് പറയുന്നത് റതൂബത്തി ഫർജിൻ, ഫർജിന്റെ നനവ് പോലെ അതും നജസ് അല്ല, ത്വാഹിറാണ്. ഐ ഖുബുലിൻ, ഖുബുൽ മുൻഭാഗത്തിന്റെ റതൂബത്ത് അലൽ അസഹി, അസക്കനുസരിച്ച് അതും ഇപ്രകാരമാണ്. അതും ഇപ്രകാരം ത്വാഹിറാണ്. എന്തു വഹിയ, ഈ റതൂബത്ത് എന്ന് പറയുന്നത് മാഉൻ അബിയദു, വെളുത്ത വെള്ളമാണ്. മുതറദ്ദിദുൻ ബൈനൽ മദീ വൽ ഇറഖി, വിയർപ്പിന്റെയും മദിയിന്റെയും ഇടയിലുള്ള, വിയർപ്പാണോ അല്ല മദിയാണോ അല്ല, ഇതിന്റെ രണ്ടിന്റെയും വിശേഷണങ്ങൾക്കിടയിലുള്ള ഒരു വെളുത്ത വെള്ളമാണ് ഈ റതൂബത്തുൽ ഫർജ് എന്ന് പറയുന്നത്. മുൻദ്വാരത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്നതാണ്. അത് അഫ്വ് ചെയ്യപ്പെടും, അത് നജസല്ല എന്നർത്ഥം. യഖ്റുജു, അത് പുറപ്പെടും. മിൻ ബാത്തിനിൽ ഫർജി, ഫർജിന്റെ ഉൾഭാഗത്തിൽ നിന്നാണ് പുറപ്പെടുക. എങ്ങനെയുള്ള ഫർജിന്റെ ഉൾഭാഗമാണ്? ലാ യജിബു ഗസ്ലുഹു, അത് കഴുകൽ നിർബന്ധമില്ല. കഴുകൽ നിർബന്ധമില്ലാത്ത ഗുഹ്യഭാഗത്തിന്റെ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തു വരുന്ന വിയർപ്പിന്റെയും മദിയിന്റെയും ഇടയിലുള്ള ഒരു വെളുത്ത വെള്ളത്തിനാണ് റതൂബത്തുൽ ഫർജ് എന്ന് പറയുന്നത്. അത് ഇപ്രകാരം തന്നെ ത്വാഹിറാണ്. അതേസമയം ബിഖിലാഫി മിമ്മാ യഖ്റുജു മിൻ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്രകാരം തന്നെ എന്ന് പറയുന്നത് റതൂബത്തുൽ ഫർജ് നജസാണ്, ത്വാഹിറാണ് എന്ന അഭിപ്രായമുണ്ട്. ഇവിടെ അസഹായ അഭിപ്രായ പ്രകാരം റതൂബത്തുൽ ഫർജ് ത്വാഹിറാണ്. ഏടുന്ന് വരുന്നത്? കഴുകൽ നിർബന്ധമില്ലാത്ത ഭാഗം. കഴുകൽ നിർബന്ധമുള്ള ഭാഗം എന്ന് പറയുന്നത് അവൾ രണ്ട് കാൽപാദത്തിന്മേൽ ഇരിക്കുമ്പോൾ വെളിവാകുന്ന അവയവമാണ്. മുൻദ്വാരത്തിലും പിൻദ്വാരത്തിലും കഴുകൽ നിർബന്ധമായ ഭാഗം. ആ ഭാഗത്തിന്റെയും അപ്പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ ലും റതൂബത്തുൽ ഫർജ് ത്വാഹിറാണ് എന്നാണ് അസ്വഹായ അഭിപ്രായം. അതേസമയം ബിഖിലാഫി മാ യഖ്റുജു മിമ്മാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമാകുന്ന ഭാഗത്തിൽ നിന്ന് പുറത്തു വരുന്ന റതൂബത്തിനെതിരായിട്ട്, ബിഖിലാഫി മാ യഖ്റുജു മിമ്മാ യജിബു ഗസ്ലുഹു, കഴുകൽ നിർബന്ധമാകുന്ന ഭാഗത്തിൽ നിന്ന് പുറത്തു വരുന്ന നനവിന് എതിരായിട്ട് ഫഇന്നഹു ത്വാഹിറുൻ ഖത്അൻ, അത് തീർത്തും അഭിപ്രായ വ്യത്യാസമില്ലാതെ ത്വാഹിറാണ് എന്ന് പറഞ്ഞാൽ കഴുകൽ നിർബന്ധമായ ഭാഗത്തുള്ള റതൂബത്തുൽ ഫർജ് ആണെങ്കിൽ ത്വാഹിറാണോ നജസാണോ എന്ന ചർച്ചയില്ല, അത് ത്വാഹിറാണ്. അതേ പ്രകാരം വമാ യഖ്റുജു മിൻ വറാഇ ബാത്തിനിൽ ഫർജി, ഗുഹ്യഭാഗത്തിന്റെ ഉൾഭാഗത്തിന്റെയും അപ്പുറത്ത് നിന്ന് വരുന്നതാണെങ്കിൽ ഫഇന്നഹു നജസുൻ ഖത്അൻ, അതും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നജസാണ് എന്ന് പറഞ്ഞാൽ റതൂബത്തുൽ ഫർജ് 3 രൂപത്തിലുണ്ടാകാവുന്നതാണെന്ന് അർത്ഥം. ഫർജിന്റെ നനവ് എന്ന് പറയുന്നത് 3 രൂപത്തിലുണ്ടാവാം. ഒന്ന്, കഴുകൽ നിർബന്ധമായ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്, അത് ത്വാഹിറാണ്, അഭിപ്രായ വ്യത്യാസമില്ല. 2, കഴുകൽ നിർബന്ധമില്ലാത്ത ഗുഹ്യഭാഗത്തിന്റെ ഉൾഭാഗത്തു നിന്ന് വരുന്നത്, അത് ത്വാഹിറാണെന്നാണ് പ്രബലം, നജസാണെന്നും അഭിപ്രായമുണ്ട്. 3, കഴുകൽ നിർബന്ധമില്ലാത്ത ഫർജിന്റെയും ഉൾഭാഗത്തിന്റെ അപ്പുറത്തു നിന്ന് വരുന്നത്, ഫർജിന്റെയും ഉൾഭാഗത്തിന്റെ അപ്പുറത്തു നിന്ന് വരുന്നത് അത് നജസാണെന്നും ഉറപ്പാണ്. ഏതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ വസ്തുക്കളെ പോലെയും അങ്ങനെയുണ്ടല്ലോ, മൂത്രം മറ്റൊക്കെ നജസാണല്ലോ. കക്കുല്ലി ഖാരിജിൻ മിനൽ ബാത്തിനി, ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ വസ്തുക്കളെ പോലെയും ഗുഹ്യഭാഗത്തിന്റെ അപ്പുറത്തുനിന്നും വരുന്ന റതൂബത്തുൽ ഫർജും നജസാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഏതുപോലെ തന്നെയും വക്കൽ മാഇൽ ഖാരിജി മഅൽ വലദി, കുട്ടിയോടൊപ്പം പുറത്തു വരുന്ന വെള്ളം പോലെയും അത് നജസാണ്. വക്കൽ കക്കുല്ലി ഖാരിജിൻ മിനൽ ബാത്തിനി, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാം പോലെയും വക്കൽ മാഇൽ ഖാരിജി മഅൽ വലദി, കുട്ടിയോടുകൂടി കുട്ടിയെ പ്രസവിക്കുമ്പോൾ വരുന്ന വെള്ളം പോലെയും വക്കൽ മാഇൽ ഖാരിജി മഅൽ വലദി, കുട്ടിയോടൊപ്പം പുറത്തു വരുന്ന വെള്ളം പോലെയും ഔ ഖുബൈലഹു, അല്ലെങ്കിൽ കുട്ടിയുടെ അല്പം മുമ്പായിട്ട്, അല്ലെ വെള്ളം, സ്ത്രീകളുടെ വെള്ളം പോവുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ടല്ലോ, വെള്ളപ്പോക്കല്ല വെള്ളം പോവുക. കൽ മാഇൽ ഖാരിജി മഅൽ വലദി, കുട്ടിയോടൊപ്പം പുറത്തു വരുന്ന വെള്ളം പോലെ, ഔ ഖുബൈലഹു, അല്ലെങ്കിൽ കുട്ടിയുടെ അല്പം മുമ്പായി പുറത്തു വരുന്ന വെള്ളം പോലെ, അതൊക്കെ നജസാണ്. അതുപോലെ റതൂബത്തുൽ ഫർജും നജസാണ്. ഇനി ഇത് പുറത്തു വന്നാലാണോ റതൂബത്തുൽ ഫർജ് നജസാകുന്നതല്ല, അത് അവിടെ തന്നെ നിൽക്കുമ്പോഴും നജസാണോ? ലാ ഫർഖ ബൈന ഇൻഫിസാലിഹാ വ അദ്മിഹി, ഈ റതൂബത്തുൽ ഫർജ് വിട്ടുപിരിയുന്നതിന്റെയും വിട്ടുപിരിയാതിരിക്കുന്നതിന്റെയും ഇടയിൽ വ്യത്യാസമൊന്നുമില്ല. അലൽ മുഅ്തമദി, പ്രബലമനുസരിച്ച് എന്ന് പറഞ്ഞ റതൂബത്തുൽ ഫർജ് ഫർജിലായിരിക്കവെയും അത് ഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്കോ ആയാലും ഇല്ലെങ്കിലും രണ്ടും ഒരുപോലെയാണ്. നജസാണെങ്കിൽ നജസാണ്, ത്വാഹിറാണെങ്കിൽ ത്വാഹിറാണ്. ലാ ഫർഖ ബൈന ഇൻഫിസാലിഹാ,
റത്തൂബത്തുൽ ഫർജ് വേർപിരിയുന്നതിന്റെയും വഅദ്മിഹി അത് വേർപിരിയാതിരിക്കുന്നതിന്റെയും ഇടയിൽ വ്യത്യാസമില്ല. അലൽ മുഅ്തമദനുസരിച്ച് പ്രബലമനുസരിച്ച്. ഖാല ബഅ്ദുഹും എന്നാൽ ചില ഫുഖഹാ പറഞ്ഞു അൽ ഫർഖു ബൈന റത്തൂബത്തി ത്വാഹിറത്തി വന്നജസത്തി, ത്വാഹിറായ നജസിന്റെയും ത്വാഹിറായ റത്തൂബത്തുൽ ഫർജിന്റെയും നജസായ റത്തൂബത്തുൽ ഫർജിന്റെയും ഇടയിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ മാനദണ്ഡം പറഞ്ഞത് മറ്റൊന്നാണ്. ത്വാഹിറാണോ നജസാണോ എന്ന് തീരുമാനിക്കാൻ എവിടെ നിന്ന് പുറപ്പെടുന്നു എന്നതാണ് മാനദണ്ഡം. എന്നാൽ ചിലർ പറഞ്ഞത് ത്വാഹിറാണെന്നതിന്റെയും നജസാണെന്നതിന്റെയും ഇടയിലുള്ള മാനദണ്ഡം വ്യത്യാസം അൽ ഇത്തിസാലു വൽ ഇൻഫിസാലു, വേർപിരിയുക വേർപിരിയാതിരിക്കുക എന്നതാണ്. വേർപിരിഞ്ഞാൽ നജസാണ്, വേർപിരിയാതിരിക്കുമ്പോൾ നജസല്ല. അതാണ് പറയാൻ പോകുന്നത്. ഫലവിൻ ഫസലത്ത് റത്തൂബത്തുൽ ഫസ്ല് വേർപിരിഞ്ഞാൽ ഫഫിൽ കിഫായത്തി അനിൽ ഇമാം, കിഫായ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഉൽ ഹറമൈനി എന്നവരെ തൊട്ട് കാണാം അന്നഹ നജസത്തുൻ, അത് നജസാണ്, അത് നജസാണ്. അന്നഹ നജസത്തുൻ, അത് നജസാണ്. ഇനി ഈ റത്തൂബത്തുൽ ഫർജുള്ള പെണ്ണിനെ സംയോഗം ചെയ്ത ഒരുത്തന്റെ ദക്കറ് കഴുകൽ നിർബന്ധമുണ്ടോ? അത് മറ്റൊരു വിഷയം. വലാ യജിബു ഗസ്ലു ദക്കരിൽ മുജാമിഇ, ജിമാഅ് ചെയ്തവന്റെ ദക്കറ് കഴുകൽ നിർബന്ധമില്ല. റത്തൂബത്തുൽ ഫർജിന്റെ നനവുണ്ട് ഇല്ല, റത്തൂബത്തുൽ ഫർജ് നജസാവട്ടെ ത്വാഹിറാവട്ടെ ഏതഭിപ്രായ പ്രകാരവും വലാ യജിബു നിർബന്ധമില്ല ഗസ്ലു ദക്കരിൽ മുജാമിഇ, ജിമാഅ് ചെയ്തവന്റെ ദക്കറ് കഴുകൽ നിർബന്ധമില്ല. വൽ ബൈളി, മുട്ടയെയും കഴുകൽ നിർബന്ധമില്ല. റത്തൂബത്തുൽ ഫർജുള്ള സ്ഥലത്ത് കൂടിയാണ് മുട്ട വന്നെങ്കിൽ ആ മുട്ട കഴുകേണ്ടതൊന്നുമില്ല. വൽ വലതി, കുട്ടിയെയും കഴുകൽ നിർബന്ധമില്ല. റത്തൂബത്തുൽ ഫർജ് കൊണ്ട് നനഞ്ഞതാണ് കുട്ടി, എന്നാലും കുട്ടിയെ കഴുകൽ നിർബന്ധമൊന്നുമില്ല. കാരണം അത് അതിന്റേതായ മറ്റൊരു വകുപ്പാണ്. കാരണം ഇതെന്തായാലും അതിന് നിർബന്ധിതമായ ഒരു സാഹചര്യമാണ്. മുജാമീന്റെ ദക്കറിന് മുജാമി ജിമാ ചെയ്യുന്ന ഒരു സുന്നത്താണ്, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതിന്റെ പേരിൽ അത് കഴുകൽ എന്ന് പറയുന്നത് ശരിയല്ല. കുളി നിർബന്ധം കുളിക്കേണ്ടത് മറ്റൊരു വിഷയം. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജിമാ ചെയ്തവന്റെ ദക്കറ് കഴുകൽ നിർബന്ധമില്ല, മുട്ട കഴുകൽ നിർബന്ധമില്ല. അപ്രകാരം കുട്ടിയെയും കഴുകൽ നിർബന്ധമില്ല. പറഞ്ഞു വന്നത് റത്തൂബത്തുൽ ഫർജിനെ കുറിച്ചാണ്. സ്ത്രീകളുടെ മുൻദ്വാര മുൻഭാഗത്തുണ്ടാകുന്ന നജസ്, അത് നജസാണോ അല്ലേ എന്ന ചർച്ചയിൽ നജസാണ്, നജസാകുന്ന ഭാഗമുണ്ട്, നജസാവാത്ത ഭാഗവുമുണ്ട്. രണ്ടും മൂന്നും മനസ്സിലാക്കുക. 3 ഭാഗങ്ങൾ വരിക. കഴുകൽ നിർബന്ധമായ ഭാഗത്ത് വരുന്നതാണെങ്കിൽ ത്വാഹിറാണ്. അപ്രകാരം കഴുകൽ നിർബന്ധമില്ലാത്ത ഉൾഭാഗത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും ത്വാഹിറാണ് എന്നതാണ് പ്രബലം. ഇനി അതിന്റെയും അപ്പുറത്ത് വരുന്നതാണെങ്കിൽ നജസാണ് എന്നതാണ്, എന്നതിൽ ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അഫ്താ ശൈഖുന, എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന ഫത്വ നൽകിയിട്ടുണ്ട്. അഫ്താ ശൈഖുന, നമ്മുടെ ശൈഖുന ഫത്വ നൽകിയിട്ടുണ്ട്. അടുത്ത ഭാഗം അബ്ദുള്ള തോട്ടക്കാട് സാഹിബ്, അബ്ദുള്ള തുനുറൈവത് അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അബ്ദുള്ള ഉണ്ടെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അടുത്ത ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് തരണം. ഓക്കെ. അഫ്താ ശൈഖുന, നമ്മുടെ ശൈഖുന ഫത്വ നൽകിയിട്ടുണ്ട്. ബിൽ അഫ്വി അൻ റതൂബത്തിൽ ബാസൂരി, മൂലക്കുരുവിന്റെ നനവിനെ തൊട്ട് വിട്ടുവീഴ്ചയുണ്ട്. ലിമുബ്തലാ ബിഹി, ലിമുബ്തലം ബിഹ, മൂലക്കുരു കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾ. മൂലക്കുരുവിന്റെ നനവിനെ തൊട്ട് മൂലക്കുരു കൊണ്ട് പരീക്ഷിക്കപ്പെട്ടയാൾക്ക് വിട്ടുവീഴ്ചയുണ്ടെന്ന് ശൈഖുന ഫത്വ നൽകിയിട്ടുണ്ട്. കാരണം മൂലക്കുരുവിൽ നിന്ന് പൊട്ടുന്ന ഈ നനവും രക്തമൊക്കെ ഉണ്ടാവല്ലോ, അതുമായി അത് പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. ഇത്തരം രോഗങ്ങളൊക്കെ നന്നായി വ്യാപിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചില ആളുകളേക്ക് ബന്ധപ്പെടുമ്പോൾ അങ്ങനെ മുലക്കുരുവിന്റെ അസുഖമുണ്ട് എന്ന് ചിലരൊക്കെ പറയുന്ന കേൾക്കുന്നു. അള്ളാഹു ഇത്തരമുള്ളവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ, നമ്മളൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ. വഫ്താ ശൈഖുന, നമ്മുടെ ശൈഖുന ഫത്വ നൽകി ബിൽ അഫ്വി അൻ റതൂബത്തിൽ ബാസൂരി, മൂലക്കുരുവിന്റെ നനവിനെ തൊട്ട് വിട്ടുവീഴ്ച കൊണ്ട് അഫ്വ് നൽകി. മുബ്തലം ബിഹ, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടവന്. വക്കദാ ബൈലു ഗൈറി മഅ്കൂലിൻ, അപ്രകാരം തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ടയും, തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ടയും ത്വാഹിറ, തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ടയും ത്വാഹിറാണ്. വയഹില്ലു അക്ലുഹു, അത് തിന്നൽ ഹലാലുമാണ്. അലൽ അസഹി, അസഹായ അഭിപ്രായപ്രകാരം. ജീവിയെ തിന്നാൻ പറ്റൂലെങ്കിലും ജീവിയുടെ മുട്ട തിന്നാം. ആ ജീവിയുടെ മുട്ട ത്വാഹിറുമാണ്. വശൈരി മഅ്കൂലി, തിന്നപ്പെടുന്നതിന്റെ രോമം, തിന്നപ്പെടുന്നതിന്റെ മുടി. വരീശിഹി,
അതിന്റെ രോമം, അതിന്റെ തൂവൽ, ബശായിരി മൽക്കൂലിൻ തിന്നപ്പെടുന്നതിന്റെ രോമം, പരീശിഹി അതിന്റെ തൂവൽ, ഇദാ ഉബീന ഫീ ഹയാത്തിഹി അതിന്റെ ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ, ജീവിതകാലത്ത് തിന്നപ്പെടുന്ന ജീവികളിൽ നിന്ന് രോമമോ അല്ലെങ്കിൽ തൂവലോ വേർപിരിഞ്ഞാൽ അതും അപ്രകാരം എന്താണ്? ത്വാഹിറാണ്, എന്തല്ല, നജസല്ല. വക്കഥാ പ്രകാരം അപ്പോ നമ്മുടെ കോഴി ഇങ്ങനെ പാറുമ്പോ കോഴിയുടെ തൂവൽ വേർപിരിഞ്ഞു അല്ലെങ്കിൽ കോഴിയുടെ രോമം വേർപിരിഞ്ഞു, എന്നാൽ എന്തില്ല, അത് നജസല്ല എന്നർത്ഥം. കാരണം തിന്നപ്പെടുന്ന ജീവിയാണ്. തിന്നപ്പെടുന്ന ജീവിയുടെ രോമമോ അല്ലെങ്കിൽ അതിന്റെ തൂവലോ അതിന്റെ ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ നജസല്ല, ത്വാഹിറാണ്. ഇനി ഒരു രോമം കിട്ടി, അത് തിന്നപ്പെടുന്ന ജീവിയുടേതാണോ അല്ലാത്തതാണോ എന്ന് സംശയം വന്നു, അല്ലെങ്കിൽ ജീവിതകാലത്താണോ വേർപിരിഞ്ഞത് മരിച്ചതിന് ശേഷമാണോ എന്ന് സംശയം വന്നു, എന്നാൽ എന്താ, പരൗശക്ക അങ്ങനെ വരുമല്ലോ. നമുക്ക് പൊതുവെ ഇന്ന ജീവിയുടെ ഓരോ ജീവിന്നല്ലേ കാണാം, നമ്മൾ തൂവലോ മറ്റോ കാണും. അപ്പോൾ ഇത് തിന്നപ്പെടുന്ന ജീവിയുടേതാണോ അല്ലാത്തതാണോ, അല്ല ജീവിച്ചിരിക്കുന്നതിന്റേതാണോ, ജീവിച്ചിരിക്കുമ്പോൾ വേർപിരിഞ്ഞതാണോ, മരിച്ചതിന് ശേഷം ചത്തതിന് ശേഷം വേർപിരിഞ്ഞതാണോ, ഇങ്ങനെ സംശയം വന്നാൽ വലൗശക്ക ഫീ ശഅരിൻ ഒരു മുടിയിൽ അല്ലെങ്കിൽ ഒരു രോമഹു നഹ്വിഹി അത് പോലാത്തതിൽ സംശയിച്ചാൽ, ഒരു രോമത്തിലോ അല്ലെങ്കിൽ തൂവലിലോ പോലുള്ളതിൽ സംശയിച്ചു, ആ ഹുവ മിൻ മഅ്കൂലിൻ ഔ ഗൈരിഹി അത് തിന്നപ്പെടുന്നതിൽ നിന്നാണോ അല്ലെങ്കിൽ തിന്നപ്പെടാത്തതിൽ നിന്നാണോ, ഔ ഹലിൻഫസല മിൻ ഹയ്യിൻ ഔ മയ്യിത്തിൻ അല്ലെങ്കിൽ ജീവുള്ളതിൽ നിന്നാണോ വേർപിരിഞ്ഞത് അല്ല മരിച്ചതിൽ നിന്നാണോ വേർപിരിഞ്ഞത് എന്നൊരു വസ്തുവിനെ കുറിച്ച് സംശയിച്ചാൽ ഫഹുവ ത്വാഹിറുൻ അത് ത്വാഹിറാണ്, അത് ശുദ്ധിയുള്ളതാണ്. വഖിയാസുഹു ഇതിനോട് തുലനം ചെയ്താൽ, ഇതിനോടുള്ള ഖിയാസ്, അന്നൽ അളുമ കദാലിക എല്ലും അപ്രകാരം തന്നെയെന്നാണ്. എല്ല് ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ ത്വാഹിർ ആണ്, മരിച്ചതിന് ശേഷമാണെങ്കിൽ നജസാണ്. മഅ്കൂലിന്റേതാണെങ്കിൽ ത്വാഹിറാണ്, അല്ലാത്തതിന്റേതാണെങ്കിൽ നജസാണ് എന്നതാണ് ഖിയാസ് നിയമാനുസൃതമായി തുലനം ചെയ്താൽ മനസ്സിലാവുക. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇതിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുന്നതാണ് ഖിയാസ് എന്ന് പറയാം. അപ്പൊ ഖിയാസുഹു അന്നൽ അളുമ കദാലിക വബിഹി എന്ന് മാത്രമല്ല, അതുകൊണ്ട് സ്വറഹ ഫിൽ ജവാഹിർ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ തിന്നപ്പെടാത്ത ജീവിയിൽ നിന്നാണ് രോമം വേർപിരിഞ്ഞതെങ്കിൽ, ജീവിതകാലത്ത് വേർപിരിഞ്ഞതെങ്കിൽ അതെന്താണ് സുഹൃത്തുക്കളെ? തിന്നപ്പെടാത്ത ജീവിയിൽ നിന്നാണ് ജീവിതകാലത്ത് രോമമോ തൂവലോ വേർപിരിഞ്ഞതെങ്കിൽ അത് നജസോ ത്വാഹിറോ? തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന് ജീവിതകാലത്ത് രോമമോ തൂവലോ വേർപിരിഞ്ഞാൽ അത് നജസോ ത്വാഹിറോ? നജസ്, ത്വാഹിർ. തിന്നപ്പെടാത്ത ജീവിയിൽ നിന്ന്, സുഹൃത്ത് ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, നജസല്ല, നജസ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇത്രയും നമ്മൾ പറഞ്ഞത് തിന്നപ്പെടുന്ന ജീവിയുടെ രോമം, തിന്നപ്പെടുന്ന ജീവിയുടെ തൂവൽ അത് ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ നജസല്ല. അപ്പോൾ ഒരു മുടിയോ ഒരു രോമമോ അല്ലെങ്കിൽ ഒരു തൂവലോ കിട്ടിയപ്പോൾ ഇത് തിന്നപ്പെടുന്നതിന്റേതാണോ അല്ലാത്തതിന്റേതാണോ? അതേപ്രകാരം ജീവിതകാലത്ത് വേർപിരിഞ്ഞതാണോ ജീവിതം ഇല്ലാത്ത മരിച്ചപ്പോൾ വേർപിരിഞ്ഞതാണോ എന്ന് സംശയിച്ചാൽ ത്വാഹിറാണെന്ന് പറഞ്ഞു. അപ്പോൾ തിന്നപ്പെടാത്ത ജീവിയുടെ ജീവിതകാലത്ത് വേർപിരിഞ്ഞ തൂവൽ അല്ലെങ്കിൽ അതിന്റെ രോമം അത് നജസാണോ അല്ലേ എന്നതാണ് ചോദ്യം. വ്യത്യസ്ത ഉത്തരങ്ങളാണ് വന്നത്. ഒന്നുകൂടി ഉത്തരം ടെക്സ്റ്റ് ചെയ്യാം. അല്ല, നജസല്ല എന്ന് ജസീൽ കേസ് ടെക്സ്റ്റ് ചെയ്തു. ഇ.ടി. വായക്കാടും നജസല്ല എന്നാണ് ടെക്സ്റ്റ് ചെയ്തത്. അപ്പം പൂച്ചയുടെ രോമം പൂച്ചന്റെ ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ നായ പന്നി അല്ലേ നജസുള്ളൂ? സുബ്ഹാനല്ലാഹ്. നായ പന്നി വസ്തുക്കൾ തന്നെ നജസാണ്. നമ്മൾ ചോദിച്ചങ്ങനെയല്ല. ഉദാഹരണത്തിന് ഒരു പൂച്ചയുടെ രോമം പൂച്ചയിൽ നിന്ന് വേർപിരിഞ്ഞു, ആ രോമം നജസാണോ അല്ലേ എന്നാണ് ചോദ്യം. നജസാണ് എന്നതാണ് ഉത്തരം. കാരണം ജീവിതകാലത്ത് തിന്നപ്പെടുന്ന ജീവിയുടെ വേർപിരിഞ്ഞാൽ നജസല്ല. അപ്പൊ കോഴിയുടെ തൂവൽ വേർപിരിഞ്ഞാൽ നജസല്ല.
അതേസമയം മയിലിന്റെ പീലി വേർപിരിഞ്ഞാൽ നജസാണ്. എന്തുകൊണ്ട്? മയിൽ തിന്നപ്പെടുന്ന ജീവിയല്ല, അറുത്താലും തിന്നപ്പെടാൻ പറ്റൂല. പറ്റൂന്ന് ചിലരൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നജസാണ്. അപ്പൊ മയിൽ പീലിയും നജസാണ് എന്നർത്ഥം. മനസ്സിലാക്കണേ. അപ്പൊ തിന്നപ്പെടുന്ന ജീവിയുടെ രോമമോ തൂവലോ ജീവിതകാലത്ത് വേർപിരിഞ്ഞാൽ നജസല്ല. മരിച്ചത് ചത്തതിന് ശേഷമാണെങ്കിലോ നജസാണ്. തിന്നപ്പെടാത്ത ജീവിയുടേത് നജസല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്രകാരം തന്നെയാണ് എല്ലും അങ്ങനെയാണ്. തിന്നപ്പെടുന്നതിന്റെ ആണെങ്കിൽ ജീവിതകാലത്താണെങ്കിൽ നജസല്ല, അല്ലെങ്കിൽ നജസാണ്. ഇനി വബൈദുൽ മൈത്തത്തി, മയിൽ ജീവിക്കുമ്പോൾ നജസല്ല, മയിൽ നജസല്ല. മയിലിൽ നിന്നും അതിന്റെ തൂവൽ വേറുപിരിഞ്ഞാൽ, മയിലിൽ തൂവൽ നിലകൊള്ളുമ്പോൾ നജസല്ല. മയിലിൽ നിന്നും തൂവൽ വേറുപിരിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മറ്റു രോമങ്ങൾ വേറുപിരിഞ്ഞാൽ അത് നജസാണ്. ജീവിതകാലത്ത് വേറുപിരിഞ്ഞാൽ നജസാണെങ്കിൽ ചത്താൽ ഏതായാലും നജസാണ്, സംശയിക്കാനില്ല. അവൻ മയിൽപീലി നജസാണെന്നർത്ഥം. അപ്പോൾ നമ്മുടെ മുസ്തഫിലും കിതാബുകളിലും വെക്കാൻ പറ്റിയ സാധനമല്ല മയിൽപീലി. പഴയകാലത്തൊക്കെ ചെറിയ മക്കള് അല്ലെ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വെച്ചിട്ടുണ്ടാവും മയിൽപീലി. പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചാൽ അത് രണ്ടാകുമെന്നാണ് പഴയകാലത്തെ ചെറിയ വിശ്വാസം അല്ലെ. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ അല്ലെ വിരിയും എന്ന് പറയും. നമ്മളെ മറ്റ് മർക്കസിലുള്ള മുടി വിരിഞ്ഞതുപോലെ ഈ മയിൽപീലി വിരിയും എന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ആരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നു അല്ലെ. മർക്കസിലെ മുടി വിരിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. ഓക്കെ. ഇനി പറയും അടുത്ത വബൈദുൽ മൈത്തത്തി, മുട്ടയുടെ വെള്ള. വബൈദുൽ ശവത്തിന്റെ മരിച്ച വസ്തുവിന്റെ മുട്ട. വബൈദുൽ മൈത്തത്തി, കോഴി അറുത്തതിന്റെ തൂവൽ നജസാകുമോ? ഇല്ല, കോഴി അറുത്താലും തൂവൽ നജസാകൂല. കാരണം അറവ് അതൊരു അംഗീകാരമുള്ള വസ്തുവാണ്. ചത്താലേ പ്രശ്നമുള്ളൂ. തിന്നപ്പെടുന്ന ജീവിയെ അറുത്താലും നജസല്ല. കാരണം അങ്ങനെയാണ്, അറുത്ത ജീവിയുടെ തോല് നജസല്ല. പോത്തിനെ നമ്മൾ അറുത്തു, എന്നാ പിന്നെ അറുത്ത തോല് നജസാണോ? അല്ല. അതേ സമയത്ത് ചത്തുപോയ പോത്തിന്റെ തോലാണെങ്കിൽ അത് നജസാണ്. അതിനെന്ത് ചെയ്യണം? ഊറക്കിട്ട് ശുദ്ധിയാക്കണം. വബൈദു മൈത്തത്തിൻ, ശവത്തിന്റെ മുട്ട. ഇൻ തസല്ലബ ത്വാഹിറുൻ, അത് ഉറച്ചതാണെങ്കിൽ ത്വാഹിറാണ്. ശവത്തിന്റെ മുട്ട അത് ഉറച്ചതാണെങ്കിൽ ത്വാഹിറാണ്. വ ഇല്ലാ ഫനജസുൻ, അല്ലെങ്കിൽ നജസാണ്. വബൈദുൽ മൈത്തത്തി അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ട അത് ത്വാഹിറോ നജസോ? തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ട അത് ത്വാഹിറോ നജസോ? നജസ്, ത്വാഹിർ, മറ്റുള്ളവരില്ലേ? മൂന്നാളുകൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. തിന്നപ്പെടാത്ത ജീവിയുടെ ഉറച്ചത് എന്നാൽ താഹിർ. അബ്ദുള്ള 970 അപ്പറഞ്ഞത് എവിടെ കിട്ടി? താഹിർ. ഇത് നമ്മളിപ്പോ ഓതിയ ഭാഗമാണ്. ചിലര് അശ്രദ്ധയിലായി. നമ്മളിപ്പം കുറഞ്ഞ ടൈം മുമ്പ് ഓതിയ ഭാഗമാണ്. തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ട അത് ത്വാഹിറാണ്, നജസല്ല. അത് തിന്നാൻ പറ്റുമോ? തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ട തിന്നാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എസ്, പറ്റൂലെങ്കിൽ നോ. മുട്ട പുഴുങ്ങിയാൽ ഒരാൾക്കും തിന്നാൻ പറ്റും. എസ് അതെ, ഓക്കെ. അതിപ്പം വന്ന ഭാഗമാണ്. തിന്നപ്പെടാത്ത ജീവിയുടെ മുട്ട ത്വാഹിറാണ്, അത് വേണമെങ്കിൽ തിന്നുകയും ചെയ്യാം. ഇനി ശവത്തിന്റെ മുട്ട, ഒരു ജീവി മരിച്ചു, അതിൽ നിന്നാണ് മുട്ട കിട്ടിയത്, അതാണെങ്കിൽ ഉറച്ചതാണെങ്കിൽ ത്വാഹിറാണ്. ഇല്ലാ ഫനജസുൻ, ഉറച്ചിട്ടില്ലെങ്കിൽ നജസാണ്. വബൈദുൽ മൈത്തത്തി, ശവത്തിന്റെ മുട്ട. ഇൻ തസല്ലബ ത്വാഹിറുൻ, അത് ഉറച്ചതാണെങ്കിൽ ശുദ്ധിയുള്ളതാണ്. ഇല്ലാ ഫനജിസുൻ, അല്ലെങ്കിൽ നജസാണ്. മനസ്സിലായല്ലോ? ഇനി പാമ്പിന്റെ മുട്ട തിന്നാൻ പറ്റുമോ? മുട്ട തിന്നാം. ഔദ്യോഗികമായി നേരത്തെ അഭിപ്രായ പ്രകാരം മുട്ട തിന്നാം. ഇനി ഈ മുട്ട തിന്നാൽ ഇന്ന പ്രശ്നമുണ്ടെന്ന് പ്രത്യേകമായി വിധിക്കപ്പെടുകയോ ഡോക്ടർമാരൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്താൽ അപ്പോൾ അതിന് വേറെ നിലക്ക് നിയമം വരും. ഔദ്യോഗിക അഭിപ്രായ പ്രകാരം മുട്ട തിന്നാം. പല്ലിയുടെ എല്ലാം പെട്ടു. അടുത്താള് പല്ലിയുടെ മുട്ട, ഇങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട്.
പല്ലിയുടെ മുട്ടയിലല്ലേ തിന്നാം, പക്ഷെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വേറെ ഏതെങ്കിലും വകുപ്പിൽ ബോധ്യപ്പെട്ടാൽ പറ്റൂല, അല്ലാത്ത നിലക്ക് തിന്നാം. കൊതു കിട്ടിയിട്ടുണ്ട്, നോക്കണം. എന്താണ് ജാഫർ മണ്ണിയില് കൊതു കിട്ടാൻ ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, എന്താ ഇത് ഞാൻ മനസ്സിലാക്കിയില്ല. അടുത്ത ഭാഗം ഏതാ സുഹൃത്തുക്കളെ? വസ്സുഉറു അല്ലെ? അതെ, വസ്സുഉറു കുല്ലി ഹയവാനിൻ ത്വാഹിരിൻ. വസ്സുഉറു കുല്ലി ഹയവാനിൻ ത്വാഹിരിൻ, ത്വാഹിറായ ഏതൊരു ജീവിയുടെയും ബാക്കി. വസ്സുഉറു കുല്ലി ഹയവാനിൻ ത്വാഹിരിൻ, ത്വാഹിറായ ഏതൊരു ജീവിയുടെയും ബാക്കി. ത്വാഹിറുൻ, അത് ത്വാഹിറാകുന്നു. ഒരു പൂച്ച എന്ത് ചെയ്തു? നമ്മുടെ കുറഞ്ഞ വെള്ളത്തിൽ തലയിട്ട് വെള്ളമൊക്കെ കുടിച്ചു പോയി. ഇനി ആ വെള്ളം എന്താണ്? ത്വാഹിറാണ്. അതാണ് ബാക്കി വെള്ളം. സുഹർ എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന വെള്ളത്തിനൊക്കെയാണ് സുഹർ എന്ന് പറയാം, അവശിഷ്ടം. സുഹറു കുല്ലി ഹയവാനിൻ ത്വാഹിരിൻ, ത്വാഹിറായ ഏതൊരു ജീവിയുടെയും അവശിഷ്ടം ബാക്കിയുള്ള ഭാഗം ത്വാഹിറുൻ എന്താകുന്നു? ശുദ്ധിയുള്ളതാകുന്നു. അപ്പൊ പൂച്ച കുടിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം കുടിക്കാമെന്നർത്ഥം. ത്വാഹിറാണ്. രോമം വീണിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റില്ല, കാരണം രോമം നജസ്സാണ് അല്ലെ? കാരണം ജീവിതകാലത്ത് പൂച്ചയിൽ രോമം വേർപിരിഞ്ഞാൽ നജസ്സാകും. അല്ലാതെ സൂറ് എന്ന നിലക്ക് ആ ജീവി കുടിച്ചു എന്നതിന്റെ പേരിൽ വെള്ളം നജസ്സാവില്ല, കുടിക്കാം. പൂച്ച പലതും നജസ്സൊക്കെ തിന്നുമല്ലോ. പൂച്ച എന്ന് പറഞ്ഞ സാധനം നജസ്സൊക്കെ തിന്നുമല്ലോ. അതിന് ചത്ത എല്ലിയും തിന്നു, എല്ലിനെ പിടിച്ച് ചത്തിട്ട് തിന്നുകയും ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പൊ നജസ്സായ വായ നജസ്സായിട്ടുണ്ടെങ്കിലോ അത് നമ്മൾ അറിയില്ലല്ലോ. കീരിയെ തിന്നാമോ? ഇല്ല, കീരിയെ തിന്നാൻ പറ്റൂല. കീരിയെ തിന്നാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കീരിയെ തിന്നാൻ പറ്റൂല. നജസ് തിന്ന പൂച്ച ആണെങ്കിലോ, അതാ പറയുമ്പോൾ നജസ് തിന്ന പൂച്ചയാണെങ്കിലോ എന്നാണ് ചോദ്യം അല്ലെ? അതാണ് ബഹുമാനപ്പെട്ട ജസീൽ ചോദിച്ച ചോദ്യം. വളരെ വ്യക്തമായി ഫതുഹുൽ മുഈൻ പറയാണ്, ഫലൗ തനജ്ജസ ഫമുഹു, ആ ത്വാഹിറായ ജീവിയുടെ വായ നജസായാൽ. ഫലൗ തനജ്ജസ ഫമുഹു, ആ ത്വാഹിറായ ജീവിയുടെ വായ നജസായാൽ. സുമ്മ വലഗ ഫീ മാഇൻ ഖലീലിൻ, എന്നിട്ട് കുറഞ്ഞ വെള്ളത്തിൽ അത് തലയിട്ടു. കുറഞ്ഞ വെള്ളത്തിൽ അത് തലയിട്ടു. ഔ മാഇൻ, അല്ലെങ്കിൽ ദ്രാവകത്തിൽ. കുറഞ്ഞ വെള്ളം, കുറെ കൂടുതലുള്ള വെള്ളമാകും കൂടുതൽ ചർച്ച ചെയ്യാനില്ല. തലയിടുമ്പോഴേക്ക് നജസ്സാവൂല. കുറഞ്ഞ വെള്ളത്തിൽ നജസ് കണ്ടുമുട്ടിയാൽ തന്നെ നജസ്സാകും. ആ നിലയ്ക്ക് ഇത് വായ നജസ്സാണ്. അപ്പോൾ നജസ് കണ്ടുമുട്ടുമ്പോൾ നജസ്സാവും. അതാണ് കുറഞ്ഞ വെള്ളത്തിന്റെ പ്രത്യേകത. കുറഞ്ഞ വെള്ളത്തിൽ വായിട്ടു. ഔ മാഇൻ, അല്ലെങ്കിൽ ദ്രാവകത്തിൽ. അപ്പം ആ വെള്ളം നജസാണെന്ന് തീരുമാനിക്കാനായില്ല. ഇൻകാന, ആ തലയിട്ടത് ആണെങ്കിൽ, ആ വെള്ളത്തിലോ ദ്രാവകത്തിലോ തലയിട്ടതാണെങ്കിൽ, ബാദ ഗൈബത്തിൻ, മറഞ്ഞതിന് ശേഷം. അല്പനേരത്തേക്ക് ആ പൂച്ചനെ കാണാൻ പറ്റിയില്ല. ഒരു പൂച്ച എല്ലിനെയൊക്കെ തിന്നുന്നത് കണ്ടു, എന്നിട്ട് കുറഞ്ഞു നേരം ആ പൂച്ചനെ കണ്ടില്ല. ശേഷമാണ് നമ്മുടെ ഈ വെള്ളത്തിൽ വായിട്ട്. യുംകിനു ഫീഹ, ഈ മറയുന്ന സന്ദർഭത്തിൽ സാധ്യതയുണ്ട്, സൗകര്യപ്പെടും. ത്വഹാറത്തുഹു, ആ വായ ശുദ്ധിയാവൽ, പൂച്ചയുടെ വായ ശുദ്ധിയാവൽ സൗകര്യപ്പെടും. എങ്ങനെ പൂച്ചന്റെ വായ ശുദ്ധിയാവുക? ബി വുലൂഹിഹി, പൂച്ച വായിടൽ കൊണ്ട്, ഫീ മാഇൻ കസീരിൻ, അധികരിച്ച വെള്ളത്തിൽ പോയി വെള്ളം കുടിച്ചു. അല്ലെങ്കിൽ ഔ ജാരിൻ, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ വെള്ളം വായ ശുദ്ധിയായല്ലോ. അങ്ങനെ ആ നിലക്ക് മറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുറഞ്ഞ വെള്ളത്തിലോ ദ്രാവകത്തിലോ തലയിട്ടതെങ്കിൽ ലം യുനജ്ജിസ്ഹു, അതെന്ത് ചെയ്യില്ല, നമ്മുടെ ഈ വെള്ളത്തെ നജസാക്കുന്നതല്ല. വലൗ ഹിർറൻ, അത് പൂച്ചയാണെങ്കിലും ശരി, ഏതായാലും കണക്കന്നെ നർത്ഥം. ഇല്ല, അങ്ങനെയല്ല, നേരെ ചത്ത പൂച്ചനെയും ചത്ത എണ്ണിയും തിന്ന് നേരെ വന്നിട്ട് നമ്മളെ ചെറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ ദ്രാവകത്തിലോ തലയിട്ടതാണെങ്കിലോ നജ്ജസഹു, ആ തലയിടൽ ആ വെള്ളത്തെ നജസാക്കി തീർക്കുന്നതാണ്. മനസ്സിലായല്ലോ?
കാല ശൈഖുന. ഇനി മറ്റൊരു വിഷയം. അപ്പം ഏതൊരു ത്വാഹിറായ ജീവിയുടെയും ബാക്കി ഭാഗം ത്വാഹിറാണ്. ഇബ്നു ഇർസിനെ തിന്നാമെന്ന് പഴയ സുന്നി അഫ്കാറിൽ വായിച്ചിട്ടുണ്ട്. ഇബ്നു ഇർസ് അതൊരു ബഹുമാനപ്പെട്ട KMT എന്ന സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നേരത്തെ കീരിയെ തിന്നാൻ പറ്റുമോ എന്നുള്ളത്. അത് എളുപ്പത്തിൽ പറയേണ്ട മറുപടി അല്ല. ചില കാലത്തൊക്കെ അങ്ങനെ ചെറിയ ചർച്ച ഓർമ്മയിലുണ്ട്. അതായത് ഇബ്നു ഇർസ് കീരിയാണ്. അതായത് ഇബ്നു ഇർസ് ശരിക്കും കീരിയല്ല, നമ്മുടെ നാടുകളിലുള്ള കീരിയല്ല. മലയാളത്തിൽ നമുക്ക് ചിലപ്പോൾ അതിന് കീരി എന്ന് മലയാർത്ഥം വെച്ചാലും അത് നമ്മുടെ ഇന്ന് നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള കീരിയല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാറ്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വേണമെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. KMT എന്ന സുഹൃത്ത് നേരത്തെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് വേറെ കൂടുതലൊന്നും ഓർത്തിട്ടില്ല എന്ന് കരുതിയിട്ടാണ്. സുന്നി അഫ്കാർ അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് പറയാമെന്ന് അറിയിക്കുന്നു. കേരള മുസ്ലിം എന്ന സുഹൃത്ത് റൈസ് ഹാൻഡ് ചെയ്തത് ചോദിക്കാനായിട്ടാണോ? എങ്കിൽ ഞാൻ ടെക്സ്റ്റ് തരാം. കേരള മുസ്ലിമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ചോദിക്കാനാണ്. എന്നാ മൈക്ക് ഞാൻ തരുന്നു. മൈക്ക് എടുത്തോളൂ. കേരള മുസ്ലിം എന്ന സുഹൃത്ത് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിച്ചതോ ഒന്നും കേൾക്കുന്നില്ല, നിങ്ങളുടെയൊക്കെ ശബ്ദം പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് കേരള മുസ്ലിം എന്ന സുഹൃത്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരണമെന്ന് അറിയിക്കുന്നു. നിശാം തൽക്കാലം നമുക്ക് ക്ലാസ് ഒരു സൈഡിൽ എത്തിയതിനു ശേഷം ചോദ്യമാവാമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, ഒന്ന് ചോദ്യം ക്ലാസ് ഒരു ഭാഗത്തെത്തട്ടെ. നിശാദ് ഇപ്പം നിർത്തു. സമയം ഏകദേശം 6:12 ആയിട്ടുണ്ട്. ക്ലാസ് ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ പൂച്ച കിണറ്റിൽ ചാടിയാൽ വെള്ളം മുക്കിയെടുക്കുമ്പോൾ അതിൽ രോമം ഉണ്ടാകുമല്ലോ, വെള്ളം നജസല്ലേ? പൂച്ച കിണറ്റിൽ ചാടിയിട്ടുണ്ടെങ്കിൽ വെള്ളം മുക്കിയെടുക്കുമ്പോൾ രോമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെള്ളം നജസ് തന്നെയാണ്. ജസീൽ കേസ് ചോദിച്ച ചോദ്യം മനസ്സിലായിരിക്കും. പൂച്ച കിണറ്റിൽ ചാടിയാൽ വെള്ളം മുക്കിയെടുക്കുമ്പോൾ അതിൽ രോമമുണ്ടാകുമല്ലോ, വെള്ളം നജസല്ലേ? ആണ്, വെള്ളം നജസാണ്. അങ്ങനെ പൂച്ച കിണറ്റിൽ ചാടിയപ്പം വെള്ളം മുക്കിയെടുത്തപ്പോ രോമം കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം നജസാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. ഇനി വായിക്കാം അടുത്ത ഭാഗം. കാല ശൈഖുന. ശൈഖുന പറഞ്ഞു, കസ്സുയൂത്തി, ഇമാം സുയൂത്തിയെ പോലെ തന്നെ, തബിഅൻ ലി ബഅദിൽ മുതാഖിരീന, ചില പിൽക്കാല പണ്ഡിതന്മാരോട് തുടർന്ന നിലയിൽ ഷെയ്ഖുനയും ഇമാം സുയൂത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു, നിശ്ചയം കാര്യം, യുഫാഅൻ യസീരിൻ ഉർഫൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത് മറ്റൊരു ഭാഗമാണ്. നജസ്സുകളിലൊക്കെ അഫുവുള്ള ചില വിഷയങ്ങളെ കുറിച്ച് ഒന്നിച്ചെഴുതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. അതായത് നജസ്സിന്റെ മറ്റു മേഖലകളൊക്കെ നജസ്സിന്റെ അഫുവിനെ കുറിച്ചും മറ്റൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അത് വേറെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ അത് നോക്കാം. നജസ്സുകൾ പറയുന്നതിനിടയിൽ കടന്നു വന്നൊരു ഭാഗമാണ്. എന്തായാലും കുറച്ച് അധികം ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീടാവാം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജാഫർ മണ്ണിയിൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. ഒരുപാട് വിഷയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു പാഠവും കൂടിയാണ്. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങൾ ഇൻഷാ അല്ലാഹ് പതുക്കനെയായിട്ടെങ്കിലും, ഇപ്പൊ ഇന്ന് ചോദിച്ച നാളെ തന്നെ മറുപടി പറയാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചോളുന്നില്ല. കാരണം ഒരുപാട് ഈ വിഷയം ഒന്നുപോലും നോക്കാൻ കഴിയാതെയാണ് ക്ലാസ് എടുക്കാൻ ശ്രമിക്കാറ്. കാരണം എടുക്കുന്ന ഭാഗങ്ങൾ തന്നെ ക്ലാസ് കോളേജിലൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഭാഗങ്ങൾ തന്നെ പലതും നോക്കാനുണ്ടാവും. എന്നാലും ഏകദേശം ഇൻഷാ അല്ലാഹ് ടൈമൊക്കെ കിട്ടുന്നതനുസരിച്ച് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറുപടി പറയാൻ ശ്രമിക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ.